ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാമത്തെ 100 ദിന കർമ്മ പരിപാടിയിൽ എന്തൊക്കെയാണ് പൂർത്തിയാവുന്നത്, എന്തൊക്കെയാണ് ആരംഭിക്കുന്നത്? സാധാരണ നിലയ്ക്ക് ജനങ്ങൾ ശ്രദ്ധിക്കാനിടയുള്ള കാര്യങ്ങളാണ്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് തെളിയിക്കുകയും വർഷാവർഷം ചെയ്ത കാര്യങ്ങളുടെ പ്രോഗ്രസ് കാർഡ് ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്ന സർക്കാരിനെ ആ നിലയ്ക്ക് വിലയിരുത്താൻ സാധ്യതയേറെയാണ്. അതിന് വഴിയൊരുക്കേണ്ടത് പക്ഷേ മാധ്യമങ്ങളാണ്. സർക്കാരിൻ്റെ ഈ ശ്രമം വാർത്തയായും ചർച്ചയായും ജനങ്ങളിൽ എത്തിക്കേണ്ടത് മാധ്യമങ്ങളാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ പ്രതീക്ഷിക്കാനേ പാടില്ല. വിവാദങ്ങൾക്ക് സ്കോപ്പ് ഉണ്ടെങ്കിലേ ആ വഴിക്ക് വരൂ എന്നതാണ് കണ്ടുവരുന്ന പൊതുസ്ഥിതി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ നടന്ന ഒരു ചർച്ചയുടെ തലക്കെട്ട് മാത്രം മതി ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കാൻ. വിഴിഞ്ഞത്തിൻ്റെ പിതൃത്വം ആർക്ക്? നഗരൂരിലെ കൊടും ക്രൂരത എന്താണെന്ന് ചോദിക്കുന്നവരും അത് ചർച്ചയ്ക്കെടുക്കാതെ സംശയലേശമന്യേ ആ വിഷയത്തെ തമസ്കരിക്കുകയും ചെയ്യുന്ന മാധ്യമ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. മാധ്യമങ്ങൾ അങ്ങേയറ്റം സെലക്റ്റീവാവുകയും പക്ഷപാതികളാവുകയും ചെയ്യുമ്പോൾ ഇതൊക്കെയാണോ ചർച്ച ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവരും ഉണ്ടാകാം. വളരുന്ന കേരളം, വികസിക്കുന്ന കേരളം, സാമൂഹ്യക്ഷേമത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളം, വിദ്യാഭ്യാസത്തെയും ആരോഗ്യത്തെയും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന കേരളം, IT അടക്കം വ്യാവസായിക രംഗത്ത് വലിയ നേട്ടം കൈവരിക്കുന്ന കേരളം, വെറും 100 ദിവസം കൊണ്ട് 2,59,384 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുതകുന്ന 13,000 കോടിയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് സർക്കാർ പറയുമ്പോൾ അത് പരിശോധിക്കേണ്ടതാണ്. 3 തവണ സമാനമായ രീതിയിൽ 100 ദിന പരിപാടികൾ നടപ്പാക്കിയ സർക്കാർ അതിൽ വിജയിച്ചോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ MP രാജേഷ്, തദ്ദേശ എക്സൈസ് പാർലമെന്ററി കാര്യമന്ത്രി; ഡോക്ടർ ജിജു P. അലക്സ്, ആസൂത്രണ ബോർഡ് അംഗം; ജോർജ് പൊടിപ്പാറ, മാധ്യമപ്രവർത്തകൻ; അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇടത് നിരീക്ഷകൻ. മന്ത്രിയിൽ നിന്ന് ഈ ചർച്ച തുടങ്ങാം എന്നാണ് കരുതിയത്. അദ്ദേഹം ഈ ചർച്ചയിലേക്ക് എത്തും എന്ന് അറിയിച്ചതുമാണ്. പക്ഷേ തൃശ്ശൂരിലെ ഒരു പരിപാടിയും കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെയാണ്. അല്പം മുമ്പ് വിളിച്ചിരുന്നു. വലിയ മഴ വരുന്ന വഴിക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ യാത്ര തടസ്സപ്പെടുന്നുണ്ട്, യാത്ര വൈകുന്നുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് ടെലിഫോണിൽ ചർച്ചയിലേക്ക് എത്താം, അതിനനുസരിച്ച് ഇവിടേക്ക് എത്തിയാൽ, തിരുവനന്തപുരത്തേക്ക് എത്തിയാൽ ചർച്ചയിൽ നേരിട്ട് പങ്കെടുക്കാം എന്നും അറിയിച്ചിട്ടുണ്ട്. ഞാനത് പ്രേക്ഷകരെ ആദ്യം അറിയിക്കട്ടെ. നമുക്ക് ഈ ചർച്ചയിലേക്ക് പോകാം. മറ്റ് ഉള്ളവരെല്ലാം ഈ ചർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ലാലിൽ നിന്ന് ആരംഭിക്കാമെന്ന് വിചാരിക്കുകയാണ്. ലാലും അതുപോലെ തന്നെ ശ്രീ പൊടിപ്പാറയും ശ്രീ ജിജുവും നമ്മൾക്കൊപ്പം ഉണ്ട്. ലാല്, ഇന്നത്തെ ഒരു മാധ്യമ പരിസരം കൂടിയാണ്, സ്വയം വിമർശനപരമായി തന്നെയാണ്. ഏത് വാർത്തയും എടുക്കണമെങ്കിൽ അതിനൊരു വിവാദത്തിൻ്റെ എലമെൻ്റ് ഉണ്ടാകണം എന്ന് പറയുന്ന ഒരു മാധ്യമ അവസ്ഥ തന്നെ നിൽക്കുന്നുണ്ട്. അതിന് പല കാരണങ്ങളും ഉണ്ടാകാം. ഇന്നൊക്കെ ഈ ചർച്ച കാണുമ്പോൾ ഇതാണോ ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന മനോഭാവത്തെയും ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇതടക്കം കേരളത്തെ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. സർക്കാരിനെ വിലയിരുത്തി പോകേണ്ടതാണ്. വിമർശനങ്ങൾ അവതരിപ്പിക്കേണ്ടതാണ്. വിമർശനങ്ങൾക്കുള്ള സർക്കാരിൻ്റെ മറുപടി ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് അതാണോ, പലപ്പോഴുമല്ല അങ്ങനെയാണോ സംഭവിക്കുന്നത് എന്നതിൽ തർക്കം പോലും നമ്മുടെ ഇടയിലൊന്നും ആർക്കും തമ്മിൽ ഉണ്ടാവേണ്ടതില്ലാത്ത ഒരു പൊതുസ്ഥിതി നിൽക്കുകയാണ്. ഒരു സർക്കാർ, ആ സർക്കാർ തന്നെ തുടർ ഭരണത്തിലേക്ക് വീണ്ടും രണ്ടാമതും അധികാരത്തിലേക്ക് വന്നതാണ്. 3 തവണ ഇതിനു മുമ്പ് 100 ദിന കർമ്മ പരിപാടികൾ വെച്ചു. അതിനുശേഷം വീണ്ടും 100 ദിന കർമ്മ പരിപാടികൾ അവതരിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ 2.5 ലക്ഷം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാം എന്ന പ്രതീക്ഷയോടെ 13,000 കോടിയുടെ മുമ്പ് ഞാൻ സൂചിപ്പിച്ച തരത്തിലേക്കുള്ള കണക്കുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ആ സർക്കാർ വിലയിരുത്തപ്പെടേണ്ടതാണോ, പരിശോധിക്കേണ്ടതാണോ? പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടേണ്ടതാണോ? വിമർശിക്കേണ്ടതുണ്ടെങ്കിൽ വിമർശിക്കേണ്ടതാണോ? തീർച്ചയായിട്ടും. നോക്കൂ, നമ്മുടെ മുന്നിലുള്ള ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങളിലൊന്ന് മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങളുടെ റോള് അവർ പല ഘട്ടങ്ങളിലും പ്രോപ്പറായി ചെയ്യുന്നില്ല എന്ന് നമ്മൾ പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും വിമർശിച്ചിട്ടുണ്ട്. ഞാൻ അതിനൊരു ഉദാഹരണം കാട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാം. നോക്കൂ, ആദിവാസി മേഖലയുമായി ബന്ധപ്പെട്ട് പട്ടയ വിതരണം ഞാൻ ഓർക്കുമായിരുന്നു. നമ്മുടെ നവകേരള സദസ്സ് നടന്ന കാലത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടത്തി. ആ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന വാർത്താ സമ്മേളനങ്ങളുടെ വിവാദ വിഷയങ്ങളിൽ മാത്രം, എന്നുവെച്ചാൽ അവിടെ ആൾക്കാരുടെ
ആൾക്കാർ വണ്ടിക്ക് മുന്നിലേക്ക് ചാടുന്നതും അല്ലെങ്കിൽ കരിങ്കൊടി കാണിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ നടത്തിയ വിഷയങ്ങളും അതിൻ്റെ പ്രതികരണങ്ങൾ കഴിഞ്ഞ് ഇതിൻ്റെ ഒരു മെറിറ്റുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടയ വിതരണമാണ്, മറ്റേതൊന്നും ജനങ്ങളെ ബാധിക്കുന്നൊരു വിഷയമല്ല. അത് കേരളത്തിലെ മാധ്യമങ്ങളൊന്നും കാണിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതൊരു വലിയ സത്യമാണ്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്കോർഡ്സ് എടുത്ത് നോക്കാം, അന്നത്തെ ആ ദിവസത്തെ തന്നെ എടുത്ത് നോക്കാം. ഞാൻ അന്നത്തെ ചർച്ചയിൽ കൈരളിയിൽ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമാണ്. അപ്പം കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടി സർക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അത് ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ ഒരു വലിയ ശ്രമം, നിഗൂഢമായ ശ്രമം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്നുള്ളതാണ്. അതാർക്ക് വേണ്ടിയാണ് അവർ ആ പണിയെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ കുറേ നാളുകളായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് വീണ്ടും എടുത്തു പറയേണ്ട കാര്യമില്ല. അത് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നൊരു കാര്യമാണ്. നോക്കൂ, മാധ്യമ വിമർശനം സർക്കാരിനെതിരെ വേണം. ഫോർത്ത് എസ്റ്റേറ്റിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ അത് വളരെ ഡെഫിനറ്റാണ്. ഇറ്റ് ഈസ് ടു ക്രിട്ടിസൈസ് ദ ഗവൺമെൻറ്. അത് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒരിക്കലും പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ടുള്ള പണിയാകരുത് എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ടുള്ള പണിയാണ് ഇവിടെ പലരും എടുത്തുകൊണ്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തനം എന്താണ്, മാധ്യമപ്രവർത്തനത്തിൻ്റെ പാരമ്പര്യം എന്താണ് എന്നുള്ള ഒരു വലിയ വിഷയം ഇവരെ ജേർണലിസം സ്കൂളിൽ തന്നെ വീണ്ടും പഠിപ്പിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ പഠിപ്പിക്കാൻ നമ്മൾ ആളല്ലാത്തത് കൊണ്ടും അവരതിനെ വിമർശനാത്മകമായി കാണാത്തത് കൊണ്ടും നമ്മൾ കൂടുതൽ അതിനകത്ത് കയറി പറയേണ്ട കാര്യമില്ല. ഈ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വികസനത്തെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. കേരളത്തിൽ മറ്റൊരു കാലത്തും ഇല്ലാത്തതുപോലെ ഒരു വലിയ പ്രവർത്തനം, ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യത്തിനും വളരെ വ്യക്തമായ ഒരു നയമെടുത്ത് മുന്നോട്ട് നീങ്ങുന്നു. നമ്മൾ കഴിഞ്ഞ സർക്കാരുമായി കമ്പയർ ചെയ്യുമ്പം ഈ സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് കിഫ്ബിയാണ്. നോക്കൂ, കിഫ്ബി ഓഫ് ബഡ്ജറ്റ് സോഴ്സിൽ നിന്ന് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരുന്നൊരു പൈസ, അതിനെ ഈ പറയുന്ന നമ്മൾ ഡെറ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ സ്റ്റൈഫിൾ ചെയ്യുന്ന ഒരു അവസ്ഥ കേന്ദ്ര സർക്കാർ ഭാഗത്തുനിന്നുണ്ടായി. നമുക്കപ്പോൾ ഫണ്ടിൻ്റെ ലഭ്യതയ്ക്കൊരു വലിയ പ്രശ്നമുണ്ട്. ആ ഫണ്ടില്ല എങ്കിൽ നമ്മൾ അരി വാങ്ങിക്കത്തില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മറ്റുള്ള പ്രവർത്തനങ്ങളിലും സംഭവിക്കുന്നത്. സർക്കാരിന് ചെയ്യരുതോ എന്ന് പറഞ്ഞാൽ കേരള സർക്കാർ ഒരു രൂപ പോലും ഒരിടത്തും അടിച്ചിറക്കുന്നില്ല. അപ്പം നമുക്ക് കിട്ടേണ്ട ഫണ്ട് കേന്ദ്രത്തിൽ നിന്നാണ് നമ്മുടെ വിഹിതം വരുന്നത്. ആ വിഹിതം വ്യക്തമായി കിട്ടാതെ മുന്നോട്ട് ഇത്രയുമെങ്കിലും പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിന് സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ടും കിട്ടാതെ, സാധാരണഗതിയിൽ സംഘപരിവാർ ഭരിക്കുന്ന ഒരു രാജ്യത്ത് അതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട ആൾക്കാരാണ് കോൺഗ്രസ്സുകാർ. പക്ഷേ കോൺഗ്രസ് ചെയ്യുന്നത് എന്താ? കോൺഗ്രസ് ഇവിടുത്തെ CPIM-നെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെയോ വീക്കൻ ചെയ്യാൻ, ജനങ്ങളുടെ മനസ്സിലേക്കൊരു മോശം ഇമേജ് ബിൽഡ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുമെങ്കിൽ അത് നടന്നോട്ടെ എന്നാണ് അവർ വിചാരിക്കുന്നത്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. നോക്കൂ, സംസ്ഥാന സർക്കാർ വേണ്ട വിഹിതം കിട്ടണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഒരു പെറ്റീഷൻ പോയല്ലോ. അത് ആ പെറ്റീഷൻ ഒരു ഇൻറ്ററിം ഓർഡർ പോലും കിട്ടാതെ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലേക്ക് പോവുകയാണ് ചെയ്തത്. ദാറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ടു ബി ആൻസേർഡ് എന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ അന്ന് കേരളത്തിലെ ചർച്ച ഇൻറ്ററിം ഓർഡർ പോലും നമുക്ക് കിട്ടിയില്ല, സംസ്ഥാന സർക്കാരിൻ്റെ പരാജയം എന്ന് പറഞ്ഞ് ഈ നാട്ടിൽ ചർച്ച നടന്നിട്ടുണ്ട്. ഒരു വിഷയം ഒന്ന് നോക്കൂ, ഒരു വിഷയം അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻ ആണ് എന്ന് സുപ്രീം കോടതിക്ക് മനസ്സിലായ സ്ഥിതിക്ക് അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലേക്ക് അയക്കുമ്പം നമുക്ക് എങ്ങനെ ഇൻറ്ററിം റിലീഫ് തരാൻ പറ്റും? കാര്യം ഇൻറ്ററിം റിലീഫ് തരിക എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യനെ അവർ അഡ്ജുഡിക്കേറ്റ് ചെയ്തതിന് ഈക്വലൻ്റ് ആവും. അപ്പം വളരെ ഒരു ടെക്നിക്കൽ റീസണിലാണ് സുപ്രീം കോടതി നമുക്കത് തരാതിരിക്കുന്നത്. സുപ്രീം കോടതിക്ക് തരാനായിട്ടുള്ള ആഗ്രഹവും സുപ്രീം കോടതി അതിനകത്തൊരു വലിയ ശ്രമവും ഒരു മീഡിയേഷൻ വരെ കേന്ദ്ര സർക്കാരിനെ ഫോഴ്സ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ തന്നെ സംസ്ഥാനത്തിനെതിരെ നിൽക്കുന്ന ഒരു കാലത്തിൽ കൂടെ ഇത്രയും വ്യക്തമായി മുന്നോട്ട് ഒരു വികസന മാതൃകയിൽ യാത്ര ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അത് ഭരിക്കുന്നവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ നമ്മുടെ മുന്നിൽ ഇവർ കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു ഇംപ്രഷൻ, 19 മാസം പോലും കുടിശ്ശിക ക്ഷേമ പെൻഷനിൽ കൊടുക്കാഞ്ഞ് 600 ചില്ലുവാൻ രൂപ മാത്രം കൊടുത്തുകൊണ്ടിരുന്നൊരു സർക്കാർ, അതിൽ നിന്ന് 1600-ലേക്ക് വന്നിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സർക്കാർ നമ്മളുടെ ഏതാണ്ടൊരു വലിയ പ്രശ്നം കൊണ്ട് കൊടുക്കാതിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഇമേജ്. രണ്ട് ഒരു വിഷയം കൂടെ ഉണ്ട്. കേരളം എന്ന് പറയുന്ന ബ്രാൻഡിനെ ലോകത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്
രാജ്യത്തിൻ്റെ ആവശ്യമാണ്, സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യമാണ്, കേരളത്തിൻ്റെ ആവശ്യമാണ്. അങ്ങനെ ഇരിക്കുമ്പം അതിനകത്തൊരു ചെലവ്, ഒരു കേരളീയം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ് പ്രോസസ്സ് നടക്കുന്നു. ആ ബ്രാൻഡിങ് പ്രോസസ്സിനെ ഇവരെടുക്കുന്നത് ധൂർത്ത് എന്നാണ്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ ഒരു അലമാര വെച്ചാൽ അതിന് ധൂർത്ത് എന്ന് പറയുക, കർട്ടൻ ഇട്ടാൽ ധൂർത്ത് എന്ന് പറയുക. എത്രയോ ഫോറിൻ ഡെലിഗേറ്റ്സോ അല്ലെങ്കിൽ ഓരോരുത്തർ വരുന്നൊരു സ്ഥലമാണ് അത്. അദ്ദേഹത്തിന് ഏതാണ്ട് സൂഹിക്കാനായിട്ട് ചെയ്യുന്നതാണെന്നുള്ള ഒരു ഇംപ്രഷൻ കൊടുക്കുന്ന പ്രതിപക്ഷവും BJPയും ഉള്ള ഒരു നാട്ടിൽ മാധ്യമങ്ങളും അതിന് വല്ലാത്ത രീതിയിൽ പണിയെടുക്കുന്നു. അതിനകത്തൂടെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഇനി അടുത്ത ഘട്ടങ്ങളിൽ ഡിബേറ്റിൽ കൗണ്ടേഴ്സ് വരുവാണെങ്കിൽ ഐ വിൽ കൗണ്ടർ ഇറ്റ് ദെൻ ആൻഡ് ദേർ. എനിക്ക് അങ്ങനെ തോന്നുന്നു. താങ്കളിലേക്ക് വരാം. ശ്രീ പൊടിപ്പാറ, ഇക്കാര്യത്തിൽ ഇപ്പോൾ ഈ സർക്കാർ ഈ 100 ദിന കർമ്മ പരിപാടി എന്നൊക്കെ പറയുന്നത് സർക്കാരുകളെ സംബന്ധിച്ച് പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഇവിടെ കാണുന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാം പബ്ലിക് ഡോക്യുമെൻറ്റിലേക്ക് എത്തുകയാണ്. ഞങ്ങൾ ഈ 100 ദിവസം കൊണ്ട് ഇത്ര കാര്യങ്ങൾ ചെയ്യും, ഇത്ര കാര്യങ്ങൾ ആരംഭിക്കും, ഇത്ര കാര്യങ്ങൾ ഉദ്ഘാടനം ചെയ്യും. അത് ഇനം തിരിച്ച് വ്യക്തമായി ഒരു സമൂഹത്തിന് മുമ്പാകെ വെക്കുകയാണ്. അത് പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കുമൊക്കെ പരിശോധിക്കാം. ഇതിൽ എത്രമാത്രം പരാജയപ്പെട്ടു, എത്രമാത്രം വിജയിച്ചു, ഒരു വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കാൻ ഒരു സർക്കാരിനെ ആ സർക്കാർ തന്നെ പൊതുസമൂഹത്തിന് മുമ്പാകെ വെച്ചു തരികയാണ്. അപ്പോൾ ഇതിനു മുമ്പ് 3 തവണ ഇതേപോലെ തന്നെ ഈ പരിപാടി അവതരിപ്പിച്ചതാണ്, 100 ദിന കർമ്മ പരിപാടി. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും അതുണ്ടായിരുന്നു. അതുപോലെ തന്നെ വർഷാവർഷം ചെയ്ത കാര്യങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് വെക്കുന്നു. അതുപോലെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക, അത് തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് മേടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗിമിക്ക് മാത്രമല്ല, അത് നടപ്പാക്കാനുള്ളതാണ് എന്ന ഒരു പൊതുബോധം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ വലിയ ഡിസ്പ്യൂട്ട് സർക്കാരിന് നേരിടേണ്ടിയും വരുന്നില്ല. കാരണം അത് അവതരിപ്പിക്കുമ്പോൾ അതിന്മേൽ വലിയ ചോദ്യശരങ്ങളുമായി വെല്ലുവിളികളുമായി സർക്കാരിൻ്റെ വാദം തെറ്റാണ് എന്ന് നാളിതുവരെ പ്രതിപക്ഷത്തിന് പറയാനും കഴിഞ്ഞിട്ടില്ല. ഞാൻ ഒരു അനുഭവം പൊതുവിൽ പറഞ്ഞു എന്ന് മാത്രം. ഈ സാഹചര്യത്തിൽ ചെയ്ത കാര്യങ്ങൾ കേരളത്തെ ആകെ മാറ്റാൻ പ്രതിജ്ഞാബദ്ധമായി നിൽക്കുന്നതാണ് തങ്ങളുടെ സർക്കാർ എന്നൊരു സർക്കാരും മുഖ്യമന്ത്രിയും ആ മുന്നണിയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായ വിശകലനത്തിന് വിധേയമാക്കേണ്ടതാണോ? കേരളത്തിൻ്റെ വളർച്ചയുടെ ഒരു കാലമാണ് കേരളത്തെ സംബന്ധിച്ച്. അപ്പോൾ ആ പരിശോധനകൾ, വിലയിരുത്തലുകൾ, അത് പ്രധാനപ്പെട്ടതാണ് ഒരു നാടിനെ സംബന്ധിച്ച്. എന്താ സംശയം? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതും അത് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ വികസനത്തിന് ആവശ്യമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതും അതിനാവശ്യമായ ഈ പറഞ്ഞ അത് പരസ്യമെങ്കിൽ പരസ്യം, അതല്ലാന്നുണ്ടെങ്കിൽ PRDയുടെ പരിപാടികളാണെങ്കിൽ അങ്ങനെ, ഇതെല്ലാം എല്ലാ കാലങ്ങളിലും എല്ലാ സർക്കാരുകളും കൂടിയതും കുറഞ്ഞതുമായ അളവിൽ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പലപ്പോഴും ഇതിനു മുമ്പ് ഇടതുമുന്നണി സർക്കാരിന് അക്കാര്യം ജനങ്ങളെ കുറെ കൂടി കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്, ഒന്നാം പിണറായി സർക്കാർ. പക്ഷെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലമായപ്പോൾ അത് വേണ്ടത്ര ജനങ്ങളിലേക്ക് എത്തിക്കാനോ ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ ജനങ്ങളെ സർക്കാരിന് അനുകൂലമായൊരു മനോഭാവം സൃഷ്ടിക്കാനോ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു പരിശോധന നടത്തേണ്ടത് ആരാണ് ആദ്യം? എന്തുകൊണ്ടാണ് അത് കഴിയാതെ പോയത്? ഒന്നാം പിണറായി സർക്കാരിന് അന്നത്തെ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്, കൊറോണ അടക്കമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്, അതുപോലെ തന്നെ പ്രളയമുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് അത് സാധ്യമാകുന്നില്ല? ജനഹൃദയങ്ങളിലേക്ക് സർക്കാരിന് ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്തത് എന്തുകൊണ്ട്? ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിയാത്തത് എന്തുകൊണ്ട്? ഇത്രത്തോളം വലിയ പ്രചരണങ്ങൾ നടത്തിയിട്ട്, ഇത്രത്തോളം കേരളീയം പോലുള്ള വലിയ പദ്ധതികൾ, അതുപോലെ തന്നെ നവകേരള സദസ്സ് പോലെ ഓരോ നിയോജകമണ്ഡലത്തിലേക്ക് മുഴുവൻ മന്ത്രിമാരും എത്തിച്ചേർന്ന് നടത്തുന്ന വലിയ പ്രചരണ പരിപാടികൾ നടത്തുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ആ ബോധ്യത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ജനങ്ങളുടെ പിന്തുണ ആർജിക്കാനും കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എവിടെയോ എന്തോ പിഴച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് സ്വയം തിരിച്ചറിയാനുള്ള പരിശോധനകൾ വളരെ അനിവാര്യമാണ്. ആ കാര്യത്തിലേക്ക് പാർട്ടി പോകുന്നു, സർക്കാർ പോകുന്നു ഒരു പരിധിവരെയെങ്കിലും എന്നുള്ളത് സ്വാഗതാർഹമാണ്. നേരത്തെ ഡോക്ടർ ലാൽ പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് പ്രതിപക്ഷം എന്ന് പറയുന്നത് ഡോക്ടർ ലാൽ തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞു, പ്രതിപക്ഷം അല്ലെങ്കിൽ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി മാധ്യമങ്ങളുടെ ധർമ്മം എന്താണ്? മാധ്യമം ഫോർത്ത് എസ്റ്റേറ്റ്, ദ ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസി എന്ന് പറയുന്നത്, മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ 4ാം തൂണാണ്. അതുപോലെ തന്നെ മാധ്യമങ്ങളെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡെഫിനിഷൻ എന്ന് പറയുന്നത് വാച്ച് ഡോഗ്സ് ഓഫ് ഡെമോക്രസി എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ജനാധിപത്യത്തിന്റെ കാവൽ നായ്ക്കൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമങ്ങൾ എല്ലാ കാലഘട്ടത്തിലും എടുത്തിരിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് സർക്കാരിനെ പിന്തുണയ്ക്കലല്ല,
മറിച്ച് സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ്. അത് ചെയ്യാത്ത മാധ്യമങ്ങൾ മാധ്യമധർമ്മമാണ് നിർവഹിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതിപ്പോ ഇടതുമുന്നണി ഭരിക്കുമ്പോൾ മാത്രമല്ല, ഇതിനു മുമ്പ് UDF ഭരിച്ചപ്പോൾ ഇതിനേക്കാൾ എത്രയോ കൂടിയ അളവിൽ ഒരുപക്ഷെ ഈ സർക്കാർ, ഇടതുമുന്നണി സർക്കാർ 2016 അധികാരത്തിൽ വന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ഇടതുമുന്നണി കടപ്പെട്ടിരിക്കുന്നത് മാധ്യമങ്ങളോടാണ്. മുഖ്യമന്ത്രി അടക്കമുള്ള തീർച്ചയായും നമ്മൾ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ അക്കാലത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ, അതിൻ്റെ ആ രാഷ്ട്രീയത്തിന് മാധ്യമങ്ങൾ മുന്തിയ പരിഗണന നൽകുന്നതിലൊന്നും തെറ്റില്ല, അതുണ്ടാവേണ്ടതാണ്. പക്ഷേ ഇവിടെ ഈ കാലത്ത് വരുന്നൊരു പ്രശ്നം, കേരളത്തെ പൊതുവായി ബാധിക്കുന്ന, കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഘടകങ്ങളെ, പ്രശ്നങ്ങളെ അതേ നിലയ്ക്ക് പരിശോധിക്കാൻ, ചർച്ചയ്ക്കെടുക്കാൻ, വിലയിരുത്തലിന് വിധേയമാക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല എന്നൊരു വിമർശനം കേരളത്തിൽ മാധ്യമങ്ങൾ നേരിടുന്നില്ലേ? അതും കേരളത്തിന് വേണ്ടതല്ലേ? അതും ഈ സർക്കാരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിലേക്കും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലേക്കും മുമ്പ് ജനാധിപത്യത്തിൻ്റെ കാവൽ നായ്ക്കളാണ് എന്ന് താങ്കൾ പറഞ്ഞ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? അത് ചെയ്യുന്നില്ല എന്ന വിമർശനത്തെ മാധ്യമങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ശരത്ത് പറയുന്ന, പ്രത്യേകിച്ചും കൈരളി ചാനലിന്റെ ആങ്കർ എന്നുള്ള നിലയ്ക്ക് ശരത്തിന് മുന്നോട്ട് വെക്കാവുന്ന വളരെ ശക്തമായ ഒരു വാദമാണ്, കേരളത്തിലെ മാധ്യമങ്ങൾ ഉത്തരവാദ ജേർണലിസം അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട പത്രപ്രവർത്തനം നടത്തുന്നില്ല, മറിച്ച് ഭരിക്കുന്ന സർക്കാരിനെയും ഭരിക്കുന്ന പാർട്ടിയെയും ആക്ഷേപിക്കുകയും അവരെ മുൾമുനയിൽ നിർത്തുകയും സദാ വിവാദങ്ങളുടെ പിന്നാലെ പോയി ആ സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കുകയും ചെയ്യുന്ന വളരെ ഏകപക്ഷീയമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള വിമർശനം ഇതിനകത്ത് ഒരു പരിധി വരെ മുന്നോട്ട് വെക്കാവുന്ന ന്യായങ്ങൾ ഞാനതിനെ കൂട്ടിച്ചേർത്തല്ല പറഞ്ഞത്. ഞാൻ രണ്ടാമത്തെ ഭാഗം മാത്രമാണ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കളോട് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളിൽ പല ഘട്ടങ്ങളിൽ നമുക്ക് തോന്നുന്നു ഈ വിവാദങ്ങൾക്ക് പിന്നാലെ അല്ലാതെ പോസിറ്റീവായിട്ടുള്ള ഒരു ജേർണലിസത്തിനും കേരളത്തിൽ സ്കോപ്പില്ലേ? എന്തുകൊണ്ട് പോസിറ്റീവായ ജേർണലിസത്തിലേക്ക് ഒട്ടും പോകുന്നില്ല? ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം അത് സർക്കാർ എടുക്കുന്ന ക്രിയാത്മകമായ പദ്ധതികളോട് എന്തുകൊണ്ട് ഈ തരത്തിലുള്ള നിഷേധാത്മകമായ നിലപാടെടുക്കുന്നു എന്നൊരു ചോദ്യത്തിന് ചിലപ്പോഴെങ്കിലും പ്രസക്തിയുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, ശരത്തെ, ഇത് എല്ലാ മാധ്യമങ്ങൾക്കും ബാധകമാണ്. ഇപ്പോ കൈരളി ചാനൽ അടക്കം പലപ്പോഴും എടുക്കുന്ന നിലപാട് എന്താണ്? എത്രയൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളപ്പോഴും കൈരളി ചാനൽ കാണുന്ന ചില ആംഗിളുകളുണ്ട്. അപ്പോ ഇത് ഏതെങ്കിലും ഒരു മാധ്യമത്തിന്റെ മാത്രം കുറ്റമല്ല. മാധ്യമങ്ങൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട്, അവരെപ്പോഴും ആ നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ വിവാദങ്ങളെ ഞങ്ങളുടെ ചർച്ചാ പരിസരങ്ങളിൽ നിന്നും വാർത്തയിൽ നിന്നും മാറ്റി നിർത്താറില്ല. പക്ഷേ അതേസമയം തന്നെ ഈ നാട്ടിൽ നടക്കുന്ന പരിപാടികൾ, നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യാൻ ഞങ്ങൾ സമയം മാറ്റിവെക്കുന്നുണ്ട്. ഇനി താങ്കൾ ഉദ്ദേശിച്ച നിലയ്ക്ക് തന്നെ പറഞ്ഞാൽ, ഇനി ഭരണമാറ്റത്തിൻ്റെയും ഒരു ഐക്യജനാധിപത്യ മുന്നണി നാട് ഭരിക്കുന്ന ഒരു കാലത്തും വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ പരിശോധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ രാഷ്ട്രീയമാണ്. അത് പാടെ അവഗണിക്കപ്പെടുന്നു എന്ന നില കേരളത്തിൽ മുൻപില്ലാത്ത വിധം സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളിത് രണ്ടും ചെയ്യാറുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ. ഇപ്പോ നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ട 2-3 കാര്യങ്ങൾ എടുത്തു നോക്കുക. ഇപ്പൊ ഗെയിൽ പൈപ്പ് ലൈനിന്റെ കാലത്തിൽ UDF പരാജയപ്പെട്ടെടുത്ത് ഗെയിൽ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാക്കാൻ ഒരു ബൃഹത് പദ്ധതിയായിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചിടത്തോളം പോലും വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഗെയിൽ പൈപ്പ് ലൈൻ. അത് UDFന്റെ കാലഘട്ടത്തിൽ പല കാരണങ്ങളാൽ നടക്കാതെ പോയി. അക്കാലത്ത് പല നിലപാടുകൾ, ഇടതുപക്ഷത്തിന്റെ നിലപാടും മുഴുവനായിട്ടും ശരിയായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടത് പ്രകാരം, ആഗ്രഹിച്ചതുപോലെ തന്നെ വളരെ ശക്തമായ നിലപാട് എടുക്കുകയും ഏറെക്കാലമായിട്ട് യാഥാർത്ഥ്യമാകാതെ കിടന്ന പദ്ധതി പൂർണ്ണമായി പ്രാവർത്തിയാക്കുകയും ചെയ്തു. അതിന്റെ ഫുൾ ക്രെഡിറ്റ് മാധ്യമങ്ങൾ പിണറായി സർക്കാരിന് തന്നിട്ടുണ്ട്. ഒരുപക്ഷെ UDF സർക്കാരിന് സാധിക്കാതെ പോയ വലിയൊരു കാര്യമാണ് ഇച്ഛാശക്തി കൊണ്ട് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇടതുമുന്നണിയും ഇടതു പാർട്ടികളും ചേർന്ന് യാഥാർത്ഥ്യമാക്കിയത് എന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദേശീയപാതയുടെ പ്രശ്നം, പല പ്രശ്നങ്ങളാൽ സ്ഥലമേറ്റെടുപ്പ് അടക്കം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ അത് യാഥാർത്ഥ്യമാകുമോ എന്ന സംശയം, 45 മീറ്റർ വേണോ 60 മീറ്റർ വേണോ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നിട്ടും
മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ പൊതുമരാമത്ത് മന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ പിന്തുണയുടെയും ബലത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആ 6 വരി പാത ഏതാണ്ട് യാഥാർത്ഥ്യത്തോട് പൂർണ്ണതയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ക്രെഡിറ്റും UDF-നല്ല, LDF-ന് തന്നെയാണ് കിട്ടുന്നത്. ഈ വക കാര്യങ്ങളിൽ അടച്ചാക്ഷേപിക്കുന്ന ഒരു സമീപനം മാധ്യമങ്ങൾ എടുക്കുന്നു എന്ന് പറയുന്നത് വളരെ ഏകപക്ഷീയമായ ഒരു സമീപനമാണ് കേട്ടോ ശരത്തെ. അങ്ങനെയല്ല, ചില ഘട്ടങ്ങളിലെങ്കിലും ചില കാര്യങ്ങളിൽ ഫുൾ ക്രെഡിറ്റ് തരുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങളിൽ ഒരല്പം പോലും ഒരു ബെനവളൻസ് അല്ലെങ്കിൽ ഒരു മഹാമനസ്കത കാണിക്കുന്നില്ല എന്നത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം പലപ്പോഴും വികസനം എന്ന് പറയുന്നത് തുടർച്ചയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യമാണ്. ആ പദ്ധതിയുടെ കാര്യത്തിൽ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും UDF-നും LDF-നും എല്ലാം അതിൻ്റെതായ റോൾ അഭിനയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഉമ്മൻചാണ്ടി വലിയ റോൾ അഭിനയിച്ചിട്ടുണ്ട്. ശ്രീ പിണറായി വിജയൻ വലിയ റോൾ അഭിനയിച്ചിട്ടുണ്ട്. അതാത് കാലഘട്ടത്തിലെ മുഖ്യമന്ത്രിമാർ ശ്രീ VS അച്യുതാനന്ദനാവട്ടെ, EK നായനാർ സഖാവാകട്ടെ, അവരെല്ലാം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. AK ആന്റണിയുടെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെയായിട്ടും ആ ഘട്ടത്തിൽ ഒരു 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 മഹാമനസ്കത. അതുകൊണ്ട് ശ്രീ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഗരിമ കൂടെയുള്ളായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ പങ്ക് കൂടി അവിടെ നിന്ന് അനുസ്മരിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം? അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ ഇല്ലാതെ വരുമ്പോൾ, അങ്ങനെ ചില ഒരു മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്, ചെയ്യുമെന്ന് ജനം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ അത് ചില ആക്ഷേപങ്ങൾക്കും അതുപോലെ തന്നെ വലിയ വിവാദങ്ങൾക്കും വഴിവെക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നാലെ മാധ്യമങ്ങൾ പോവുകയും ആ വലിയ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിനേക്കാൾ ആ വിവാദത്തിന് വാർത്താ പ്രാധാന്യം കിട്ടുകയും ചെയ്യുന്നെങ്കിൽ അതിനുള്ള വഴിയൊരുക്കുന്നതിൽ നമ്മളും ഒരു സ്വയം പരിശോധന, ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അതിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടോ? അത് ഒഴിവാക്കാമായിരുന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നൊരു ചോദ്യം പ്രസക്തമാകുന്നുണ്ട് ശരത്തെ. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് വരാം. കാരണം ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾ ഉന്നയിച്ച പ്രശ്നങ്ങളും ഈ ചർച്ചയ്ക്ക് വിധേയമായി വരേണ്ടതാണ്. അതിലെ നേരത്തെ ലാലു പറഞ്ഞ കാര്യങ്ങളിൽ വിയോജിപ്പ് അദ്ദേഹത്തിനുണ്ടെന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞതിലെ ഈ കാര്യങ്ങളിൽ ലാലിന് എത്രമാത്രം യോജിപ്പുണ്ട് എന്നതിലേക്കൊക്കെ നമ്മൾക്ക് വരികയും ചെയ്യാം. ഞാൻ സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗത്തിലേക്കാണ്, ഡോക്ടർ ജിജുവിലേക്കാണ് വരുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 100 ദിവസത്തെ കർമ്മ പരിപാടി ആസൂത്രണ ബോർഡ് സർക്കാർ അതൊരു തീരുമാനത്തിലേക്കും നടപടിക്രമത്തിലേക്കും എത്തിക്കുന്നതിനും മുമ്പ് തന്നെ സംസ്ഥാനത്തിൻ്റെ പൊതു ആവശ്യങ്ങൾ ഇപ്പോൾ 47ഓളം വകുപ്പുകളിലായിട്ടാണ് ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ആ കണക്കുകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ആ നിലയിൽ വന്നിട്ടുമുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനു മുമ്പ് തന്നെ ആസൂത്രണ ബോർഡ് കേരളത്തിൻ്റെ ഈ ഘട്ടത്തിൽ അടിയന്തരമായി ചെയ്യേണ്ടത് ദീർഘകാല നടപടികളായി തുടങ്ങിവെച്ച് പൂർത്തീകരിക്കണം. ഈ നിലയിലൊക്കെ കാര്യങ്ങളെ വിശകലനം ചെയ്തിട്ടുണ്ടാകും, സ്വാഭാവികം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാവുമല്ലോ ഒരു 100 ദിന കർമ്മ പരിപാടി സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കുന്നത്. മാത്രമല്ല മുൻപ് 2-3 തവണ ഇതേ മട്ടിൽ തന്നെ ഈ സർക്കാർ ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോയിട്ടുമുണ്ട്. ഇപ്പോൾ തന്നെ ഈ 100 ദിവസം കൊണ്ട് 437 കോടി രൂപയുടെ 24 റോഡുകൾ പൂർത്തീകരിച്ച് ജനങ്ങൾക്കായി നൽകുന്നു. 82 കോടി രൂപയുടെ 17 കെട്ടിടങ്ങൾ പൂർത്തീകരിക്കുന്നു. ആ കെട്ടിടങ്ങൾ വിവിധ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യാലയങ്ങളോ മറ്റുമൊക്കെ ആകാം. അതുപോലെ ഒരു 78 കോടി രൂപയുടെ 9 പാലങ്ങൾ പൂർത്തിയാകുന്ന സാഹചര്യം. അതുപോലെ 30,000 പട്ടയങ്ങൾ, അതുപോലെ 37 സ്മാർട്ട് വില്ലേജുകൾ. നമ്മുടെ സാധാരണ ജനജീവിതവുമായി വളരെ ബന്ധപ്പെട്ടതാണ് ഈ വില്ലേജ് ഓഫീസുകൾ. അതേസമയം തന്നെ 29 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണം തുടങ്ങുന്നു. ലൈഫ് മിഷനിലൂടെ ഈ 100 ദിവസം കൊണ്ട് 10,000 വീടുകൾ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ക്യാൻസർ മരുന്നുകളും അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾക്ക് ശേഷം ഉപയോഗിക്കേണ്ട മരുന്നുകളും ലാഭരഹിതമായി കാരുണ്യയിലൂടെ രോഗികൾക്ക് നൽകുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുൻകാലങ്ങളിൽ ഫലപ്രദമായിട്ടാണോ ഈ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്? ഈ 100 ദിവസം ഇതിൻ്റെ വലിയ സാധ്യതകൾ, ഇതിൻ്റെ പ്രകടമായ പ്രയോജനം നാടിന് എത്രമാത്രം ആസൂത്രണ ബോർഡ് അംഗം എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ഈ ചർച്ചയിൽ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, നമ്മുടെ ഈ വർഷത്തെ മുഴുവൻ പദ്ധതി ഏതാണ്ട് 38,856 കോടി രൂപയുടേതാണ്. അത് ഈ സാമ്പത്തിക വർഷം മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. അതിൽ ഒരു ഭാഗമാണ് ഈ 13,013 കോടി രൂപയുടെ നമ്മളിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള 100 ദിന പരിപാടിയിലെ പ്രധാനപ്പെട്ട ഇനങ്ങൾ. ഇത് നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരു തുടർച്ചയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത വിധത്തിൽ ഭരണത്തിൻ്റെ തുടർച്ചയും അതുപോലെ തന്നെ നയങ്ങളുടെ തുടർച്ചയും ഉണ്ടായി എന്നുള്ളതാണ്
ഏറ്റവും ശ്രദ്ധിക്കേണ്ട വസ്തുത. നയങ്ങളുടെ തുടർച്ച വികസനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ നയങ്ങളുടെ വ്യതിരിക്തത അതെങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്, ഏത് വിധത്തിലാണ് മുഴുവൻ വികസനത്തെ ഈ ഗവൺമെൻറ് നോക്കിക്കാണുന്നത് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രം പറയാം, പെട്ടെന്ന് മനസ്സിൽ തോന്നിയൊരു ഉദാഹരണം. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുതിയ 4 വർഷ ഡിഗ്രി കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഇത് സംബന്ധിച്ച് ചില പരാമർശങ്ങളുണ്ട്. പക്ഷേ കേരളം അത് നടപ്പാക്കിയത് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ്. കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള ഈ 4 വർഷത്തെ വിദ്യാഭ്യാസ പദ്ധതി, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഈ മാറ്റം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്ന് തന്നെ പറയാം. കേരളത്തിലെമ്പാടുമുള്ള കലാലയങ്ങളിലെ അധ്യാപകരുമായും വിദ്യാഭ്യാസ വിദഗ്ധരുമായും ഒക്കെ ആലോചിച്ചുകൊണ്ടാണ് ഈ 4 വർഷ ഡിഗ്രി നാം രൂപകൽപ്പന ചെയ്തത്. മാത്രമല്ല, ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കൂടുതൽ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കുന്ന വിധത്തിൽ, കൂടുതൽ വിദ്യാർത്ഥികളെ തൊഴിൽ മേഖലയിലേക്ക് ആനയിക്കുന്ന വിധത്തിലൊക്കെയുള്ള നിരവധി പുതുമകൾ അതിൽ സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞതിന് കാരണം, നാം നടത്തുന്ന വിവിധ വികസന പരിപാടികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായിട്ടാണ് നാം രൂപകൽപ്പന ചെയ്യുന്നത് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള രൂപകൽപ്പന, ആ വ്യത്യസ്തമായ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് ജനകീയ ആസൂത്രണവും അതുപോലെ തന്നെ സാക്ഷരതാ പ്രസ്ഥാനവും നാം ഇപ്പോൾ ഏറ്റവും അടുത്ത് തുടങ്ങിയിട്ടുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളുമൊക്കെ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി എന്ന് നാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന 64,000 കുടുംബങ്ങളെ പൂർണ്ണമായും ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുകയും അടുത്ത നവംബർ 1 സമ്പൂർണ്ണമായി ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമെന്ന് നാം പറയുകയും ചെയ്യുന്നത് വെറുതെയല്ല. അങ്ങനെ ഒരു മാതൃക ഇതുവരെയും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. നിരവധി ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്. വേറൊരു ഉദാഹരണം എനിക്ക് പറയാനുണ്ട്. ഒന്ന്, നമുക്കറിയാം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമപ്രദേശങ്ങൾക്ക് വേണ്ടി UPA ഗവൺമെൻറ് തുടങ്ങിയ സമയത്ത് നമ്മളതിനൊരു വലിയ മാറ്റമായിട്ട് കണ്ടതാണ്. അതിനകത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ വലിയ പങ്കുണ്ട്. പക്ഷേ ഇത്രയും വർഷം കഴിഞ്ഞതിന് ശേഷം നഗരങ്ങളിലെ തൊഴിൽ രഹിതരായിട്ടുള്ള മനുഷ്യർക്ക് കൃത്യമായി തൊഴിൽ കൊടുക്കുന്നുള്ളൊരു പദ്ധതി ഒരു സംസ്ഥാനവും ഇതുവരെ ആവിഷ്കരിച്ചിട്ടില്ല. കേരളത്തിൽ മാത്രമാണ് അയ്യങ്കാളി നഗര പ്രദേശങ്ങളിലെ തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ 2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞതിന് കാരണം, കേരളത്തിൻ്റെ വികസന രംഗത്തെ മുന്നേറ്റങ്ങളെയും അതുപോലെ തന്നെ നാം സൃഷ്ടിച്ച മാതൃകകളെയും കൂടുതൽ നിശിതമായിട്ടുള്ള വിമർശനത്തിന് മാത്രമാക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അതിനെ കുറച്ചുകൂടി സാങ്കേതികമായും വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് പറഞ്ഞതിന് കാരണം, ഈ വർഷത്തെ പദ്ധതി നാം നടപ്പാക്കുന്നത് തികഞ്ഞ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ ഇടയിലാണ്. ആ സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. നേരത്തെ അഡ്വക്കേറ്റ് ലാല് സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതിയെ വരെ സമീപിക്കേണ്ട സ്ഥിതിവിശേഷമുണ്ടായി. സുപ്രീം കോടതി അനുഭാവപൂർവ്വം ആ ഹർജി പരിഗണിക്കുകയും അത് ഭരണഘടനാ ബെഞ്ചിന് വിടുകയും ചെയ്തു. നമ്മളതിൻ്റെ ഫലം കാത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ സമൂലമായിട്ടുള്ള ചില മാറ്റങ്ങൾക്ക് വഴിതിരിക്കുന്ന വിധത്തിലുള്ള ഒരു വിധി ഉണ്ടാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. എന്തായാലും അത് വലിയ തോതിൽ ചർച്ചയ്ക്ക് വിധേയമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചർച്ചകളിലൊക്കെയും നാം കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റു സംസ്ഥാനങ്ങൾക്കും ഇതുമാതിരിയുള്ള വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ സൗകര്യപൂർവ്വം മറച്ചു വയ്ക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഈ അടുത്ത ദിവസങ്ങളിൽ കർണാടക ഗവൺമെൻറ് അവരുടെ പൊതുവായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി മോശമാണെന്നും അവർ പ്രഖ്യാപിച്ചിട്ടുള്ള വികസന പരിപാടികൾ നടത്താൻ അവർക്ക് കഴിയുന്നില്ല എന്നും, അതുപോലെ അവർക്ക് എങ്ങനെയാണ് സ്വന്തം വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് സംബന്ധിച്ച് പഠനം നടത്തുന്നതിന് വേണ്ടി ഒരു അമേരിക്കൻ ഏജൻസിയെ വരെ നിശ്ചയിക്കുന്നതായിട്ട് നമ്മൾ വാർത്തകളിൽ വായിച്ചു. ഏതൊക്കെ മേഖലകളിൽ നിന്ന് നികുതി പിരിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളത് സംബന്ധിച്ച് അവർ വലിയ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല തോതിൽ വിലവർധന ഉണ്ടായിക്കഴിഞ്ഞു. പെട്രോളിൻ്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് ആരെയും പ്രത്യേകമായി കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ഈ തരത്തിൽ സംസ്ഥാനങ്ങൾ വലിയ തോതിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ആ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ ഒരു ചെറിയ ചിത്രം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇന്ത്യയിലെ മുഴുവൻ ടാക്സിൻ്റെ അടിസ്ഥാനത്തിൽ ശേഖരിക്കുന്ന വരുമാനം, ടാക്സ് റവന്യൂ, മൊത്തം വരുമാനം, ആ മൊത്തം വരുമാനത്തിൻ്റെ 62.7% പോകുന്നത്
വിവിധ സെസ്സുകൾ, അതുപോലെ തന്നെ സർചാർജുകൾ, അതുപോലെ തന്നെ മറ്റ് ടാക്സിൽ നിന്ന് ലഭിക്കുന്ന കേന്ദ്രവിഹിതം ഉൾപ്പെടെ മുഴുവൻ പോകുന്നത് കേന്ദ്ര സർക്കാരിലേക്കാണ്. പക്ഷേ ഇന്ത്യയിലെ മുഴുവൻ ചെലവിൻ്റെ 62.4% നിർവഹിക്കുന്നത് സംസ്ഥാനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു വലിയ ശതമാനം തുക കേന്ദ്രത്തിലേക്ക് പോകുന്നു, പക്ഷേ ചെലവ് മുഴുവൻ നേരിടേണ്ടി വരുന്നത് സംസ്ഥാനങ്ങളാണ്. ഈ വൈരുദ്ധ്യം നമ്മൾ പ്രത്യേകം കാണേണ്ടതായിട്ടുണ്ട്. ഈ പ്രയാസത്തിനിടയിലാണ് കേരളം ഈ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത്. വേണമെങ്കിൽ കേരള ഗവൺമെന്റിന് ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തു എന്ന് സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളമടക്കം സംസ്ഥാനങ്ങൾ നേരിടുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അതിൽ കേന്ദ്ര സമീപനം എന്നത് പ്രധാനം തന്നെയാണ്. പക്ഷേ ഇതിനിടയിലും ഒരു തരത്തിലും ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാതെ കേരളത്തിൻ്റെ വികസന ക്ഷേമ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഒരു സർക്കാർ നടപ്പാക്കുമ്പോൾ അത് വിലയിരുത്തപ്പെടേണ്ടതല്ലേ എന്നുള്ളതാണ് പ്രധാനമായി ഇവിടെ ഈ ഘട്ടത്തിൽ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതാ ഇപ്പോൾ മന്ത്രി ശ്രീ എം പി രാജേഷ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള നേരിട്ട് ഈ ചർച്ചയിലേക്ക് എത്തും അദ്ദേഹം എന്ന് അറിയിച്ചതാണ്. പക്ഷേ യാത്രക്കിടയിലാണ്, എത്തിയിട്ടുമില്ല. ഞാൻ താങ്കളുടെ ഒരു റൗണ്ട് ചർച്ച കഴിയുന്ന ഒരു ഘട്ടത്തിൽ വിളിക്കാമെന്ന് വിചാരിച്ചത് ഈ പൊതു അഭിപ്രായങ്ങൾ കൂടി വന്നിട്ടാകാം എന്ന് കരുതിയാണ്. അതായത് മിനിസ്റ്റർ, ഇപ്പോൾ നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു വാചകം വലിയ തോതിൽ കേരളം മലയാളികളാകെയും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. അതായത് ഈ സർക്കാർ അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരാകട്ടെ ഈ സർക്കാരാകട്ടെ അതിൻ്റെ രണ്ടിൻ്റെയും തലവൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണല്ലോ. അദ്ദേഹം പറഞ്ഞത് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ചിട്ടയായി അവതരിപ്പിക്കുക, ചെയ്യുക, അത് ജനങ്ങളെ അറിയിക്കുക, അവരുടെ മുമ്പാകെ വെക്കുക. നിങ്ങൾക്കതിൽ വിയോജിപ്പുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടാം, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനത് ഡിസ്പ്യൂട്ട് ചെയ്യാം. ഈ പറഞ്ഞത് കളവാണ്, ഇത് ചെയ്തിട്ടില്ല എന്നുണ്ട്. അത്ര പൊതുസമക്ഷം വളരെ വ്യക്തമായി ചെയ്ത കാര്യങ്ങൾ ഓരോ തവണയും അവതരിപ്പിച്ചു പോകുന്നു. അതാണ് ഈ പ്രോഗ്രസ് കാർഡിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുതന്നെയാണ് ഈ 100 ദിന കർമ്മ പരിപാടി. അതുതന്നെ 4ാമത്തേതാണ് വരാൻ പോകുന്നത്. ഈ ഒരു പൊതു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ഈ ചർച്ചയിലേക്കൊക്കെ പോയാൽ സ്വാഭാവികമായി ഉയരുന്നൊരു വിമർശനം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ശ്രീ പൊടിപ്പാറ മാധ്യമപ്രവർത്തകൻ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ ഒന്നാം പിണറായി സർക്കാർ ഒരു വലിയ വിജയമായിരുന്നു. ആ നിലയിൽ ജനങ്ങൾക്ക് വേണ്ടതായിരുന്നു ആ സർക്കാർ. ആ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയുമുണ്ട്. ജനങ്ങൾക്ക് വേണ്ട സർക്കാരായിരുന്നു. പക്ഷേ ആ നിലയിലേക്ക് ഇപ്പോൾ സർക്കാരിന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നുണ്ടോ? ജനങ്ങളും സർക്കാരും അകന്നു. ആ സർക്കാരിനെ നയിക്കുന്ന മുഖ്യ പാർട്ടി CPIM-ഉം ജനങ്ങളും തമ്മിൽ അകന്നു എന്ന നിലയിലേക്കുള്ള ഒരു വിശ്വാസം കേരളത്തിലെ പ്രതിപക്ഷത്തിന് വലിയ തോതിലുണ്ട്, ഒരുപറ്റം മാധ്യമപ്രവർത്തകർക്കുമുണ്ട്. ശ്രീ രാജേഷ്. ശരത്, കഴിഞ്ഞ ദിവസമാണ് നീതി ആയോഗിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പ്രസിദ്ധീകരിച്ചത്. 2018 കേന്ദ്ര സർക്കാർ പ്ലാനിംഗ് കമ്മീഷന് പകരം കൊണ്ടുവന്ന നീതി ആയോഗ് സംസ്ഥാനങ്ങളെ സമഗ്രമായ വികസന സൂചികയുടെ അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്യുന്ന ഒരു പ്രക്രിയ ആരംഭിച്ചത്. ഇപ്പൊ UNDP-യുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ ഒക്കെ മാതൃകയിൽ, ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിന്റെ ഒക്കെ മാതൃകയിൽ. അപ്പൊ 2018 ആദ്യം ഈ റാങ്കിങ് ആരംഭിച്ചപ്പോ അന്നും 1ാം സ്ഥാനത്ത് കേരളമായിരുന്നു. അന്ന് കേരളത്തിന് 69 പോയിന്റാണ് ഉണ്ടായിരുന്നത്. 2024 കഴിഞ്ഞ ദിവസം വീണ്ടും ഈ റാങ്കിങ് പ്രസിദ്ധീകരിച്ചപ്പോൾ കേരളം 1ാം സ്ഥാനം നിലനിർത്തി എന്ന് മാത്രമല്ല 79 പോയിന്റ് ആയി കേരളത്തിന്റെ സ്കോർ മെച്ചപ്പെടുത്തിയിട്ടാണ്, 10 പടി മെച്ചപ്പെടുത്തിയിട്ടാണ് 1ാം സ്ഥാനം നിലനിർത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ ഓർമ്മിക്കണം. 16 മേഖലകളിലെ പ്രകടനത്തിന്റെ സൂചികകളുടെ അടിസ്ഥാനത്തിലാണ് ഈ റാങ്കിംഗ് നടത്തുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, ശുദ്ധജലം, ശുചിത്വം തുടങ്ങി 16 മേഖലകളിലെ ആണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു മേഖല എടുത്തിട്ടല്ല. അപ്പൊ സമഗ്രമായ വികസനത്തിന്റെ സൂചികയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു റാങ്കിങ്ങുമാണത്. നമ്മൾ ഓർക്കേണ്ടത് ഈ 6 കൊല്ലത്തിനിടയിൽ എന്തെല്ലാം കേരളം നേരിട്ടു. 2 മഹാപ്രളയങ്ങളെ നേരിട്ടു, ഓഖിയെ നേരിട്ടു, കോവിഡ് മഹാമാരിയെ നേരിട്ടു. ഇതെല്ലാം നമ്മുടെ നിയന്ത്രണത്തിനപ്പുറം നിൽക്കുന്ന പ്രകൃതി ദുരന്തങ്ങളായിരുന്നു എന്ന് വിചാരിക്കാം. എന്നാൽ ഈ പ്രകൃതി ദുരന്തങ്ങളെക്കാൾ വലിയ ദുരന്തം കേന്ദ്ര സർക്കാർ കേരളത്തിന് മേൽ അടിച്ചേൽപ്പിച്ചതും ഈ 6 വർഷങ്ങൾക്കിടയിലാണ് എന്ന് മറക്കരുത്. കഴിഞ്ഞ 7 വർഷം കൊണ്ട് വായ്പാ പരിധി ഇനത്തിൽ മാത്രം നിയമവിരുദ്ധമായി കേരളത്തിന് വെട്ടിച്ചുരുക്കിയ തുക 1,07,500 കോടിയാണ്. 1,07,500 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വായ്പാ പരിധി
നിയമവിരുദ്ധമായി വെട്ടിച്ചുരുക്കിയതിൽ, നിയമവിരുദ്ധം എന്ന് ഞാൻ പറയാൻ കാരണം FRBM ആക്ട് പ്രകാരം സംസ്ഥാനത്തിന് 3.5% എടുക്കാം. ഇലക്ട്രിസിറ്റി റിഫോം ഉൾപ്പെടെ പരിഗണിച്ചാൽ 3.5% വരെ എടുക്കാം. ന്യായമായി 3% ഈ ഇലക്ട്രിസിറ്റി റിഫോം പരിഗണിക്കാതിരുന്നാൽ തന്നെ എടുക്കാം. ഇവിടെ 2.5% ആണ് കേരളത്തിന് അനുവദിക്കുന്നത്. അതൊന്ന്. കേന്ദ്രത്തിനാണെങ്കിൽ ഈ മാനദണ്ഡമൊന്നും ബാധകമല്ല കേട്ടോ. ഇന്ന് ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള നികുതി വിഹിതം പകുതിയായിട്ട് വെട്ടിച്ചുരുക്കി. പിന്നെ GST കോമ്പൻസേഷൻ, റവന്യൂ കമ്മി ഗ്രാന്റ് നിർത്തലാക്കിയത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അപ്പോൾ ഇത്ര വലിയ സാമ്പത്തിക ഞെരുക്കം അടിച്ചേൽപ്പിച്ചിട്ടും കേരളം സമഗ്ര വികസന സൂചികയിൽ 10 പോയിന്റ് സ്കോർ മെച്ചപ്പെടുത്തിക്കൊണ്ട് 1ാം സ്ഥാനത്ത് തുടരുന്നു എന്നത് കേരളത്തിലെ സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ പ്രതിഫലനമാണിത്. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ തുടർച്ചയാണ്. കഴിഞ്ഞ സർക്കാരിന് ഇത്ര വലിയ പ്രകൃതി ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നു, പക്ഷെ ഇത്ര വലിയൊരു കേന്ദ്രത്തിന്റെ സാമ്പത്തിക കടന്നാക്രമണത്തെയോ ഉപരോധത്തെയോ നേരിടേണ്ടി വന്നിട്ടില്ല. അതിപ്പോഴാണ്. 2021 ശേഷമാണ് വായ്പാ പരിധി വെട്ടിച്ചുരുക്കൽ, കിഫ്ബി വായ്പകളെ മുൻകാല പ്രാബല്യത്തോടെ ഇപ്പൊ വെട്ടിച്ചുരുക്കാൻ തുടങ്ങിയത്. ഇതെല്ലാം ഈ 2ാം പിണറായി സർക്കാർ നേരിടേണ്ടി വന്നിട്ടുള്ള വെല്ലുവിളികളാണ് എന്ന് നമ്മൾ ഓർമ്മിക്കണം. അതിനു പുറമെ നമ്മൾ കാണേണ്ടത് ഈ പ്രതിസന്ധികൾക്ക് നടുവിലും കേരളത്തിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. എങ്ങനെയാണ് സർക്കാരിന്റെ പ്രതിബദ്ധത എന്നതിന്റെ ഉദാഹരണം പറയാം. 5 ലക്ഷം പേർക്കാണ് വീട് കൊടുത്തത് ലൈഫ് പദ്ധതിയിൽ. 5 ലക്ഷത്തിലധികം പേർക്ക്. അതിൽ കേരളം കൊടുക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന തുകയാണ്. 4 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. എത്രയാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നതെന്ന് അറിയാമോ? വെറും 72,000 രൂപ. 72,000 രൂപ. അത് കേരളത്തിൽ എത്ര പേർക്കാണ് ഗുണഭോക്താക്കൾ? 29,000 ചില്ലാനം പേർക്ക് മാത്രം. ഇവിടെ 5 ലക്ഷം പേർക്ക് 4 ലക്ഷം രൂപ വീതം കൊടുക്കുകയാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും ഇതിന്റെ പകുതി പോലും കൊടുക്കുന്നില്ല വീട് വെക്കാനെന്ന് ഓർക്കണം. 17,500 കോടിയിലധികം രൂപ കേരളം ലൈഫ് പദ്ധതിയിൽ വീട് കൊടുക്കാൻ വേണ്ടി ചെലവഴിച്ചു. ഏത് കാലത്ത്? ഇത്രയും വലിയ സാമ്പത്തിക കെടുതി കേരളത്തിന് മേൽ അടിച്ചേൽപ്പിച്ച സമയത്ത്. ഞാൻ പറഞ്ഞല്ലോ, വായ്പാ പരിധി ഇനത്തിൽ മാത്രം 1,07,500 കോടി വെട്ടിച്ചുരുക്കി കേന്ദ്ര ഗവൺമെന്റ്. ഇനി അവശേഷിക്കുന്ന എല്ലാവർക്കും 8 ലക്ഷം പേർക്ക് കൂടി വീട് കൊടുക്കാൻ 32,000 കോടി വേണം. എന്ന് പറഞ്ഞാൽ കേന്ദ്രം വെട്ടിച്ചുരുക്കിയതിന്റെ 1/3 കേരളത്തിൽ എല്ലാവർക്കും വീട് കൊടുക്കാം. അതാണ് നമ്മൾ കാണേണ്ടത്. അത് ഈ കടന്നാക്രമണത്തെ എല്ലാം അതിജീവിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് ഒരു ഉദാഹരണം മാത്രം ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പൊ എല്ലാ മേഖലയിലും നമുക്ക് ഈ മാറ്റം കാണാം. അപ്പൊ പെൻഷൻ നമ്മൾ എത്ര കൊടുക്കുന്നത്? പെൻഷൻ കൊടുക്കുന്നത് 1,600. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാമൂഹ്യക്ഷേമ പെൻഷനാണ്. കേന്ദ്രം കൊടുക്കുന്ന മാക്സിമം പെൻഷൻ 500, മിനിമം പെൻഷൻ 200. നമ്മുടെ മിനിമം പെൻഷൻ 1,600 രൂപയാണ് എന്ന് കാണണം. ഇനി അതിന്റെ കൂടി ഒരു വസ്തുത മനസ്സിലാക്കണം. ഇപ്പോ കഴിഞ്ഞ ഒക്ടോബറിലാണ് ഞാൻ കേന്ദ്രമന്ത്രിയെ പോയി കണ്ടത്. പെൻഷന്റെ തുച്ഛമായ കേന്ദ്രവിഹിതം, വെറും തുച്ഛമായ കേന്ദ്രവിഹിതം 39 മാസത്തെ കുടിശ്ശികയായിരുന്നു. കേരളത്തിന് തന്നിരുന്നില്ല. അന്ന് ഒക്ടോബറിലാണ് വലിയ സമ്മർദ്ദത്തിനൊടുവിൽ 602 കോടി രൂപ അനുവദിച്ചത്. അതിനുശേഷം ഇതുവരെ പിന്നെയും തന്നിട്ടില്ല. വിഹിതമോ തുച്ഛമാണ്, എന്നാൽ അതെങ്കിലും ഇവര് അനുവദിക്കേണ്ടേ? ഒരു കാരണവുമില്ലാതെ പിടിച്ചു വെക്കുകയാണ്. ഇപ്പൊ സെൻട്രൽ ഫിനാൻസ് കമ്മീഷന്റെ ഗ്രാന്റ്, ഇവിടെ പ്ലാനിംഗ് ബോർഡ് മെമ്പർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. സെൻട്രൽ ഫിനാൻസ് കമ്മീഷന്റെ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഗ്രാന്റാണ്. ആ ഗ്രാന്റ് എത്രയാണ്? അത് ഭരണഘടനാനുസൃതമായിട്ടുള്ളതാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യമല്ല, ഭരണഘടനയിൽ പറയുന്നതാണ്. 15ാം ധനകാര്യ കമ്മീഷന്റെ 23-24 വിഹിതം നൽകിയിട്ടില്ല. 24-25 നൽകേണ്ട ഗഡുവും ഇതുവരെ നൽകിയിട്ടില്ല. എന്താ ന്യായം? ഭരണഘടന പ്രകാരം നൽകേണ്ട ഗ്രാന്റ് കേന്ദ്ര ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന് ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. കമ്മീഷന്റെ റിപ്പോർട്ടിലില്ലാത്ത, അതിന്റെ ശുപാർശയിലില്ലാത്ത, കേന്ദ്ര ഗവൺമെന്റ് തന്നെ അന്ന് പുറത്തിറക്കിയ ഓപ്പറേഷണൽ ഗൈഡ് ലൈൻസിലില്ലാത്ത നിബന്ധനകൾ അവസാന നിമിഷം അടിച്ചേൽപ്പിച്ച് ഓരോ കാരണമുണ്ടാക്കി ഫണ്ട് പിടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് കേരളം മാത്രമല്ല, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വാർത്തയുണ്ടായിരുന്നു, തമിഴ്നാട് മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ വിവേചനം അവരെ ബാധിക്കുന്നു, അവരുടെ വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. കർണാടക അത് പറഞ്ഞിരിക്കുന്നു. കർണാടകയിൽ പെട്രോളിനും മദ്യത്തിനും എല്ലാം വില കൂട്ടി. കാരണം ഏത് തരത്തിലെങ്കിലും ഇന്റേണൽ റിസോഴ്സ് മൊബിലൈസേഷൻ നടത്താൻ നിർബന്ധിതരാവുകയാണ്. ഇപ്പൊ കർണാടക സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ
അധ്യക്ഷൻ കോൺഗ്രസ് നേതാവും MP-യുമായിരുന്നു. അദ്ദേഹവും മറ്റ് 2 സാമ്പത്തിക വിദഗ്ധരടങ്ങുന്ന കമ്മീഷൻ എന്നെ വന്ന് കാണുകയുണ്ടായി. തൃശൂർ കിലയിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത്. അവരെന്നോട് പറഞ്ഞത് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് ഒരു അനുകൂല തീരുമാനമുണ്ടായാൽ കർണാടകയ്ക്ക് കൂടി അത് പ്രയോജനപ്പെടും. നമ്മളെ കേരളവും കർണാടകയും പോലുള്ള സംസ്ഥാനങ്ങൾ ഒരുമിച്ച് നിൽക്കണം ഈ വിവേചനത്തിനും അന്യായത്തിനുമെതിരെ എന്നതാണ്. ഞാൻ പറഞ്ഞത് ഇത്ര വലിയൊരു സാമ്പത്തിക കടന്നാക്രമണത്തിന്റെ ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ LDF ഗവൺമെന്റ് ഈ വലിയ വികസന നേട്ടങ്ങൾ മിനിസ്റ്റർ, ഈ പശ്ചാത്തലത്തെയും കാരണങ്ങളെയും കുറിച്ച് അങ്ങ് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കരുതുന്ന ഒരു വലിയ വിഭാഗം കേരളത്തിലെ സർക്കാരിന് എവിടെയോ പിഴയ്ക്കുന്നു. ഈ ചർച്ചയിൽ നേരത്തെ ശ്രീ പൊടിപ്പാറ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. അതൊക്കെ തിരുത്താൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ നല്ല കാര്യം എന്ന നിലയിലാണ് അദ്ദേഹം അതിനെ കണ്ടത്. ജനങ്ങളിൽ നിന്ന് അകലുന്നു. ഇങ്ങനെയൊരു രാഷ്ട്രീയ വിശകലനത്തിലൂടെ സർക്കാരിനെ സമീപിക്കുന്ന ഒരു കാലമാണല്ലോ. അതായത് ഈ വസ്തുത, ഇപ്പൊ ഞാൻ ഇവിടെ വിശദീകരിച്ച വസ്തുത, ഇതെല്ലാം അനിഷേധ്യമായിട്ടുള്ള വസ്തുതകളാണ്. അതാ ഞാൻ പറഞ്ഞത്, കേരളം മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളും ഏറിയും കുറഞ്ഞും നേരിടുന്നുണ്ട്, ഏറ്റക്കുറച്ചിലുണ്ടാകാം. അപ്പൊ ഈ വസ്തുത പക്ഷെ കേരളത്തിൽ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? കേരളത്തിൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും ചേർന്ന് സൃഷ്ടിച്ചൊരു നെറേറ്റീവ് ഉണ്ട്. ഇത് മുഴുവൻ സംസ്ഥാന സർക്കാരിന്റെ പഴിയാണ് എന്ന മട്ടിലാണല്ലോ ചിത്രീകരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ എന്തോ കെടുകാര്യസ്ഥത കൊണ്ട് ഇത്ര വലിയ തുകകൾ വെട്ടിക്കുറച്ചിട്ടും ഇത്ര വലിയ ഉപരോധം ഏർപ്പെടുത്തിയിട്ടും ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യം. മറിച്ച് ഇവിടെ ചിത്രീകരിക്കുന്നത് നേരെ മറിച്ച കേന്ദ്രത്തെ പൂർണ്ണമായും അബ്സോൾവ് ചെയ്യുന്ന, കേന്ദ്രത്തെ സംരക്ഷിക്കുന്ന, ന്യായീകരിക്കുന്ന ഒരു നിലപാടാണ് നിർഭാഗ്യവശാൽ എടുക്കുന്നത്, മാധ്യമങ്ങൾ പ്രത്യേകിച്ചും എടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് കേന്ദ്രം ഈ സൃഷ്ടിച്ച ദുരിതത്തിന്റെ പിഴയൊടുക്കേണ്ടി വരുന്നത് സംസ്ഥാന സർക്കാരാണ് എന്നൊരു പ്രശ്നം. അല്ല, അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാ കാലവും വളരെ ശക്തമായി ജനാധിപത്യത്തിൻ്റെ കാവലാളുകളായി നിന്നുകൊണ്ട് വളരെ ശക്തമായി സർക്കാരുകളെ വിമർശിക്കുന്ന, നിരീക്ഷിക്കുന്ന പരിസരമല്ലേ കേരളത്തിലുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായി മുൻകാലങ്ങളിൽ ഇടതുപക്ഷം തന്നെ മാറിയിട്ടില്ലേ? ഇപ്പോൾ ആ വിമർശനം കേൾക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഇപ്പുറത്ത് അസ്വസ്ഥമാകുന്നതെന്നുള്ള ഒരു വിമർശനമാണ് അദ്ദേഹം സർക്കാരിന് മേൽ ഉന്നയിച്ചത്, അല്ലെങ്കിൽ ഒരു നിരീക്ഷണമാണ് വെച്ചത്. നോക്കൂ ശരത്ത്, വിമർശനത്തിൽ ഒരു അസ്വസ്ഥതയുമില്ല. നിർഭാഗ്യകരമായ കാര്യം ഇവർ ഞങ്ങളെ വിമർശിക്കുന്നില്ല എന്നുള്ളതാണ്. പകരം എന്താ ചെയ്യുന്നത്? ഇവർ ഒരു ഭാഗത്ത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ കൊണ്ട് അധിക്ഷേപിക്കുകയും മറുഭാഗത്ത് കേന്ദ്രത്തിന് വേണ്ടി പ്രൊപ്പഗാൻഡ നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. വിമർശനവും പ്രൊപ്പഗാൻഡയും രണ്ടാണ്. വിമർശനവും അധിക്ഷേപവും രണ്ടാണ്. ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾക്ക് വസ്തുനിഷ്ഠമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാവണം. അതിന് ഞങ്ങൾ വിമർശനത്തിന് അതീതരല്ല. ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾ ദയവായി വസ്തുനിഷ്ഠമായിട്ട് ഞങ്ങളെ വിമർശിക്കൂ, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ യുക്തിഭദ്രമായി വിമർശിക്കൂ. അതിന് പകരം നിങ്ങൾ പ്രൊപ്പഗാൻഡ നടത്തുന്നവരായിട്ട് മാറരുത്. ഇപ്പം മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുവിരുദ്ധ പ്രൊപ്പഗാൻഡയാണ്. അതിന് വസ്തുതകളെ മൂടിവെക്കുന്നു. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അനീതിയെ, ഈ കൊടിയ അനീതികൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും കേരളത്തിലെ പ്രൈം ടൈം ടെലിവിഷൻ ചാനലുകളിലെ പ്രൈം ടൈം ചർച്ചാ വിഷയമായിട്ട് ഇതെല്ലാം മാറിയിട്ടുണ്ടോ? എത്ര ക്ഷുദ്രമായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്നു, അതിന് മുകളിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഈ പ്രശ്നങ്ങളല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പെൻഷൻ വിഹിതം, തുച്ഛമായ വിഹിതം നൽകുന്നില്ല. അത് കേരളത്തിലൊരു ചർച്ചാ വിഷയമാവണ്ടേ? കേരളത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്നു, അത് ചർച്ചാ വിഷയമായി മാറണ്ടേ? എന്താണ് കേന്ദ്രം പറയുന്ന ന്യായം? പറയണ്ടേ? കേന്ദ്രത്തിന് ഈ FRBM ആക്ടിന്റെ പരിധി ബാധകമല്ല. കേരളത്തിന് FRBM ആക്ട് അനുവദിക്കുന്നത് പോലും നൽകുന്നില്ല. ഈ വിവേചനം എന്താ മാധ്യമങ്ങൾക്ക് ചർച്ചാ വിഷയമാവാത്തത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വിമർശിക്കൂ, വിമർശിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷം, അതിന് മറുപടി പറയാം. പക്ഷെ നിങ്ങൾ അധിക്ഷേപിക്കുകയും നിങ്ങൾ ഏകപക്ഷീയമായി വസ്തുതകളെ തമസ്കരിച്ച് പ്രൊപ്പഗാൻഡ നടത്തുകയും ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? അതിന് മറുപടി പറയാനാവില്ല. പ്രൊപ്പഗാൻഡയെ മറുപടി വസ്തുത കൊണ്ട് നേരിടാൻ പറ്റൂ. ഞാൻ ഈ പോയിന്റിൽ ഞാൻ മിനിസ്റ്റർ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ പൊടിപ്പാറ, അദ്ദേഹം പറഞ്ഞ അനിഷേധ്യമായ കാരണങ്ങൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ നേരിടുന്ന വലിയ ബുദ്ധിമുട്ടിൻ്റെ, കേന്ദ്രത്തിൽ നിന്ന് നേരിടുന്ന ബുദ്ധിമുട്ടിൻ്റെ അനിഷേധ്യമായ യാഥാർത്ഥ്യം നിൽക്കുമ്പോൾ അതിനപ്പുറമുള്ളൊരു നറേറ്റീവിലേക്ക് പ്രതിപക്ഷവും കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും മാറുന്നു. ഒരു പ്രൊപ്പഗൻഡ മാധ്യമ പ്രവർത്തനമാണ്, ശരിയായ വിമർശനമല്ല നടക്കുന്നത്. അതാണ് പ്രതീക്ഷിക്കുന്നത്. അതിനോട് മറുപടി പറയാനും അതിനനുസരിച്ച് തിരുത്താനും നോക്കാനും തയ്യാറാണ്. പക്ഷേ അതിനപ്പുറമുള്ള ഒരു പ്രൊപ്പഗൻഡ മാധ്യമ പ്രവർത്തനത്തിലേക്ക് കേരളം വല്ലാതെ വഴിമാറി പോയിരിക്കുന്നു എന്ന് അദ്ദേഹം വെച്ച വിമർശനം നമ്മൾ നേരത്തെ സംസാരിച്ച വിഷയവുമായി ബന്ധപ്പെട്ടതുകൂടിയാണ്. താങ്കളുടെ ഒരു ചെറിയ മറുപടിയോ പ്രതികരണമോ, താങ്കളുടേതായ കാഴ്ചപ്പാട് ഇവിടെ വേണ്ടതുണ്ടെന്ന് തോന്നുന്നു.
ഉണ്ട്. അദ്ദേഹത്തിന് കാര്യങ്ങൾ വളരെ വസ്തുനിഷ്ഠമായിട്ട് അവതരിപ്പിക്കാൻ, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ന്യായങ്ങൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വളരെ കൃത്യമായ ന്യായങ്ങളും യുക്തിയും അവതരിപ്പിക്കുന്ന ഒരു സംവാദകനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് അനിഷേധ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നത് അങ്ങനെ തന്നെ അംഗീകരിക്കേണ്ടി വരും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങളിലെങ്കിലും രാജേഷ് അടക്കമുള്ള, എൻ്റെ സുഹൃത്തു കൂടെയായ ശ്രീ എം പി രാജേഷ് അടക്കമുള്ള മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്ക് പോലും ഒരു സംശയരഹിതമായ രീതിയിൽ ചില കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. ഏറ്റവും നല്ല ഉദാഹരണം, കേന്ദ്രം 57,000 കോടി രൂപ കേരളത്തിന് നിഷേധിച്ചു എന്നൊരു കണക്ക് പലപ്പോഴും നമ്മുടെ ഈ കൈരളിയിലും അതുപോലെ തന്നെ സർക്കാർ ഔദ്യോഗികമായും അനൗദ്യോഗികമായും നിയമസഭയ്ക്ക് അകത്തും പുറത്തും എല്ലാം ഇങ്ങനെ കേന്ദ്രം തടഞ്ഞു വെച്ച, നിഷേധിച്ച കേരളത്തിന് അർഹമായ വിഹിതം എന്ന നിലയിൽ 57,000 കോടിയുടെ ഒരു കണക്ക് അവതരിപ്പിച്ചു. പക്ഷെ പിന്നീട് സുപ്രീം കോടതി ചെന്നപ്പോഴും അതിനുശേഷം കേന്ദ്രം സുപ്രീം കോടതിയിൽ അവരുടെ വാദമുഖങ്ങൾ ഉന്നയിച്ചപ്പോഴും ഒന്നും ഈ 57,000 യഥാർത്ഥത്തിൽ പലപ്പോഴും അത്രയും തുകയല്ല, 13,000-ലേക്കൊക്കെ ചുരുങ്ങുന്ന കാഴ്ച കണക്കുകൾ കൃത്യമായി അവതരിപ്പിക്കപ്പെട്ടപ്പോൾ 57,000 എന്ന് പറയുന്ന കണക്ക് സർക്കാർ അവതരിപ്പിച്ചത് ശരിയായ രീതിയിലല്ല. അത് സുപ്രീം കോടതിക്ക് പോലും ബോധ്യമാകാത്ത ഒരു ഇത് വന്നു. സുപ്രീം കോടതി 13,000 കോടി ഇമ്മീഡിയറ്റ് ആയിട്ട് അനുവദിക്കാൻ പറഞ്ഞു. അത് അനുവദിക്കുകയും ചെയ്തു. പക്ഷെ 57,000-വും ഈ 13,000-വും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവിടെ സർക്കാർ അവതരിപ്പിച്ച കണക്കുകളുടെ ഒരു ക്രെഡിബിലിറ്റി പൊതുസമൂഹത്തിന്, മാധ്യമങ്ങൾക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനും ബോധ്യപ്പെടാതെ പോയി എന്ന യാഥാർത്ഥ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതിപ്പോഴും ഒരു വസ്തുതയായി തന്നെ അവശേഷിക്കുന്നു എന്നുള്ള കാര്യം ശ്രീ രാജേഷും അംഗീകരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അത് ബോധ്യപ്പെടുത്തുന്നതിൽ സർക്കാരും രാജേഷ് അടക്കമുള്ള മന്ത്രിമാരും ആസൂത്രണ വിദഗ്ധരും എല്ലാം ഒരുപോലെ പരാജയപ്പെട്ടു. ചർച്ചകൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഈ വിഷയം, അതായത് കിഫ്ബി വന്നത് മുതൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ശാസ്ത്രപരമായിട്ടുള്ള ചർച്ചകൾ നടന്നത് കിഫ്ബിയുമായി ബന്ധപ്പെട്ടാണ്. അന്നേ ചില സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ ഓഫ് ബജറ്റ് ബോറോവിംഗ് ആണെങ്കിൽ പോലും ഇത് അവസാനം സർക്കാരിന്റെ ബോറോവിംഗ് ആയിട്ട് കട പരിധിയിലേക്ക് ഇത് കണക്കാക്കപ്പെടും. അത് റിസർവ് ബാങ്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ആ രീതിയിൽ വരികയും കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയെ അത് ബാധിക്കുകയും ചെയ്യും എന്ന് കേരളത്തിലെ പല സാമ്പത്തിക വിദഗ്ധരും അന്നേ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. അന്ന് ധനകാര്യ വിദഗ്ധന മന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക് അതിനെ ശക്തിയായിട്ട് എതിർക്കുകയും തള്ളിക്കളയുകയും ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷെ ഒടുവിൽ എന്താ സംഭവിച്ചത്? അപ്പോ ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ശരിയാണെങ്കിൽ പോലും ആ ശരി പൂർണ്ണമായി വളരെ വസ്തുനിഷ്ഠമായിട്ട് പൂർണ്ണമായിട്ടും ജനങ്ങളെ ബോധ്യപ്പെടുത്തി സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് അതാണ് സത്യം, അത് മാത്രമാണ് സത്യം എന്ന് മറിച്ചുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ മറിച്ചുള്ള വിവാദങ്ങളും അപ്രസക്തമാണ്. കേന്ദ്രം കേരളത്തെ അതിഭയങ്കരമായിട്ട് സമയത്തെ കൂടി ഒന്ന് ക്രമീകരിച്ചു പോകേണ്ടതുകൊണ്ടാണ്. മിനിസ്റ്റർ, ഇതിനൊരു ചെറിയ മറുപടി എന്താണ്? അതായത് നിങ്ങൾ പറയുന്നതൊക്കെ വസ്തുതയാകുമ്പോഴും അത് ജനങ്ങളുടെ വിശ്വാസത്തിലേക്ക് അവരെ ബോധ്യപ്പെടുത്തുന്നതിൽ പിഴയ്ക്കുന്നു എന്നിടത്താണ് അദ്ദേഹം ഇപ്പോഴും നിൽക്കുന്നത്. അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയതും കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും. ഞാൻ ആവർത്തിക്കുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. ഒരു ചെറിയ മറുപടി, വിശദീകരണം. ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ എനിക്ക് അറിയുന്ന മാധ്യമ പ്രവർത്തകൻ, മുതിർന്ന അനുഭവസമ്പന്നനായ, എനിക്ക് വളരെ ആദരവുള്ള മാധ്യമ പ്രവർത്തകനാണ് ശ്രീ പൊടിപ്പാറ. അദ്ദേഹം ഇവിടെ പറഞ്ഞ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു. ഇതാണ് വസ്തുത എന്ന് പൂർണ്ണമായും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് വസ്തുതയാണ്. അത് അംഗീകരിക്കുന്നത്, അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് ബോധ്യപ്പെടുത്താൻ കഴിയാത്തതിന്റെ ഒരു കാരണം ഈ കേരളത്തിലെ പ്രബലമായ മാധ്യമങ്ങൾ ഒന്നടങ്കം നിന്ന് ഈ പറഞ്ഞൊരു പ്രൊപ്പഗാൻഡ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഭേദിക്കാനും അതിനെ മറികടന്നുകൊണ്ട് ഈ പോസ്റ്റ് ട്രൂത്ത് പ്രൊപ്പഗാൻഡയുടെ കാലത്ത് സത്യം അതുകൊണ്ടാണല്ലോ ഓക്സ്ഫോർഡ് ഡിക്ഷണറി പോസ്റ്റ് ട്രൂത്ത് 2016 വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് തന്നെ. പ്രൊപ്പഗാൻഡയുടെ കാലത്ത്, ഈ പോസ്റ്റ് ട്രൂത്തിന്റെ കാലത്ത് സത്യം ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. അത് ഞങ്ങളുടെ ഒരു പോരായ്മയും പരിമിതിയുമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ കാര്യം ഞാൻ ആദരവോടുകൂടി തന്നെ തള്ളിക്കളയുകയാണ്. അദ്ദേഹം പറഞ്ഞത് വസ്തുതാപരമായിട്ടുള്ളൊരു തെറ്റാണ്. സുപ്രീം കോടതിയിൽ കേരളം കൊടുത്ത കണക്ക് വെറും 13,000 കോടിയുടേതായിരുന്നു. കേരളം കൊടുത്ത കണക്കല്ല 13,000 കോടി എന്നത്. കേരളം സുപ്രീം കോടതിയിൽ ഈ കേസ് കൊടുത്തപ്പോ ഒരു തർക്കവുമില്ലാത്ത തുക 13,000 കോടി കേരളത്തിന് നൽകേണ്ടിയിരുന്ന കേന്ദ്രം അത് നൽകുന്നതിന് ഉപാധി വെച്ചു കേസ് പിൻവലിക്കണമെന്നത്. അത് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്.
അതായത് ഈ 13,000 കോടി തർക്കത്തിലുള്ള തുകയല്ല. പക്ഷേ കേന്ദ്ര സർക്കാർ ഒരു സർക്കാരിനോടും ചെയ്യാൻ പാടില്ലാത്ത തരത്തിലൊരു ബ്ലാക്ക് മെയിലിംഗ് നടത്തി. നിങ്ങൾക്ക് അർഹമായ ഈ തുക നൽകണമെങ്കിൽ നിങ്ങൾ സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ് പിൻവലിക്കണം. അതായിരുന്നു കേസ്. അപ്പൊ കേരളം സുപ്രീം കോടതിയിൽ പറഞ്ഞു, ഇതാ കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനൊരു സമീപനമാണ് സ്വീകരിക്കുന്നത്, കേസ് പിൻവലിക്കാൻ നിർബന്ധിക്കുന്നു. കേസ് പിൻവലിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് അർഹമായ ഈ തുക പോലും, തർക്കമില്ലാത്ത ഈ തുക പോലും നൽകില്ല എന്ന് പറയുന്നു. അപ്പോഴാണ് സുപ്രീം കോടതി ആ 13,000 കോടി നൽകാൻ ഉത്തരവിട്ടത് എന്ന കാര്യം ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് വസ്തുതാപരമായിട്ടുള്ള പിശകുമാണ്. അത് അദ്ദേഹം അംഗീകരിക്കുമെന്നും തിരുത്തുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലാതെ കേരളം കൊടുത്ത കണക്കൊന്നുമല്ല 13,000 കോടി എന്നത്. കേരളം വിശദമായിട്ടുള്ള കണക്ക് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ കേരളത്തിനൊപ്പം അതിൽ കക്ഷി ചേരും എന്ന് തമിഴ്നാട് പ്രഖ്യാപിച്ചതായിട്ട് പത്രത്തിൽ വാർത്ത കണ്ടു. ഞാനിത് കേരളത്തിന്റെ മാത്രം കാര്യമായിട്ടല്ല പറയുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഇത് കേരള സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കണമല്ലോ. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾ സമാനമായ സാഹചര്യം നേരിടുന്നതും സമാനമായി കേരളത്തോടൊപ്പം നിൽക്കുന്നതും ഒന്നും ഇവിടെ അവതരിപ്പിക്കാനേ തയ്യാറാവുന്നില്ല എന്നോർക്കണം. ഇപ്പൊ ഡൽഹിയിലൊരു സമരം നടന്നല്ലോ, തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നല്ലേ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു സമരം നടന്നു. ആ സമരത്തിൽ എന്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ പങ്കെടുത്തത്? എന്തുകൊണ്ടാണ് പഞ്ചാബിന്റെ മുഖ്യമന്ത്രി പങ്കെടുത്തത്? എന്തുകൊണ്ടാണ് തമിഴ്നാട് മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസ് വഴി അതിൽ പങ്കെടുത്തത്? പളനിവേൽ ത്യാഗരാജനെ പോലെ ഒരു മുതിർന്ന മന്ത്രിയെ ആ സമരത്തിലേക്ക് അദ്ദേഹം പറഞ്ഞയച്ചല്ലോ. എനിക്ക് തോന്നുന്നു മിസോറാമിന്റേതാണെന്ന് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ ഒരു സന്ദേശം പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്നു. എന്തുകൊണ്ട് കാശ്മീരിൽ നിന്ന് ഫറൂഖ് അബ്ദുള്ള മുതൽ കന്യാകുമാരിയിൽ നിന്ന് പളനിവേൽ ത്യാഗരാജൻ വരെയും ഇപ്പുറത്ത് മിസോറാമിൽ നിന്നുള്ള മുഖ്യമന്ത്രിയുടെ തൊട്ട് ഡൽഹി മുഖ്യമന്ത്രിയുടെ വരെയും പിന്തുണ അതിന് കിട്ടുന്നത്? ഇത് BJP ഗവൺമെന്റ് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടെല്ലാം സ്വീകരിക്കുന്ന ഒരു പ്രതികാര മനോഭാവമുണ്ട്. ആ പ്രതികാര മനോഭാവത്തിന്റെ ഇരയാണ് കേരളം. പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടുത്തെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിൽ കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും അത് മറച്ചുവെക്കുകയും അത് മറച്ചുവെച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെ ഈ കൊടിയ കടന്നാക്രമണത്തെ, അനീതിയെ, കണ്ണിൽ ചോരയില്ലാത്ത നടപടികളെ ന്യായീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഖേദകരമായ. ഞാൻ ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയോട് തന്നെ ചോദിക്കേണ്ടതായിട്ടുള്ള ഒരു രാഷ്ട്രീയ കൗതുകം നിറഞ്ഞ ഒരു ചോദ്യം കൂടി മാത്രം, അതിനുശേഷം താങ്കളെയും വിടാൻ എനിക്കൊരു ഇടവേളയിലേക്കും പോകണം. അതായത് ഈ 100 ദിന കർമ്മ പരിപാടി നോക്കിയാൽ 47 വകുപ്പുകളിലായി 13,013 കോടി 40 ലക്ഷം രൂപയുടെ പദ്ധതികളൊക്കെ ഉണ്ട്. 1070 പദ്ധതികൾ. അതിൽ തന്നെ 2,59,384 തൊഴിലവസരങ്ങൾ ഈ 100 ദിവസം കൊണ്ട് സൃഷ്ടിക്കാനാകും. 706 പദ്ധതികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യും. 364 പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനമോ പ്രഖ്യാപനമോ ഉണ്ടാകും എന്ന് ഈ സർക്കാർ പറഞ്ഞാൽ ഈ സർക്കാരിനെ ജനം അത് വിശ്വസിക്കും. കാരണം അത് ചെയ്യാൻ ശേഷിയുള്ള സർക്കാരാണെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. അത് ശ്രീ പൊടിപ്പാറയ്ക്ക് പോലും ഉണ്ടെന്ന് വിചാരിക്കുന്നത്. കാരണം അത്ര ഓപ്പണായിട്ടാണ് ചെയ്ത കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതിനെ പ്രതിപക്ഷത്തിന് ഡിസ്പ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പ്രശ്നം ശ്രീ എം പി രാജേഷ്, ഇപ്പോൾ ഈ സർക്കാരിനെ വിമർശിക്കുന്ന ആളുകൾ, എതിർക്കുന്നവർ പറയുന്നൊരു കാര്യം, ഒന്നാം പിണറായി സർക്കാർ നല്ലതായിരുന്നു, രണ്ടാം പിണറായി സർക്കാർ അത്ര പോരാ എന്ന് താങ്കളടക്കം അംഗങ്ങളായിട്ടുള്ള ഈ സർക്കാരിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഈ രാഷ്ട്രീയ കൗതുകം നിറഞ്ഞ ഒരു ചോദ്യം എന്ന് പറഞ്ഞത്. ആ ഒരു ഭാഗം കൂടി കേട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പല പരിശോധനകളും പല ചർച്ചകളും കടന്നു പോകുന്നത്. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് മറുപടി? ജനങ്ങളിൽ നിന്ന് അകന്നു എന്ന് പറയാൻ വെമ്പൽ കൊള്ളുന്നൊരു ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട്. ഒരു റിയാക്ഷൻ എന്താ? നോക്കൂ, ഞാൻ ശരത്തെ, ഈ പറയുന്ന മാധ്യമങ്ങൾ, ഒന്നാം പിണറായി സർക്കാർ കേമമായിരുന്നു എന്ന് പറയുന്ന മാധ്യമങ്ങൾ ആ സർക്കാരിന്റെ കാലത്ത് അങ്ങനെയല്ലാട്ടോ പറഞ്ഞിട്ടുള്ളത്. ആ സർക്കാരിന്റെ കാലത്ത് ഈ ഗവൺമെന്റ് ഇതുപോലെ മോശമായൊരു ഗവൺമെന്റ് വേറെ ഇല്ല എന്നായിരുന്നു പറഞ്ഞത്. കിഫ്ബിയുടെ ഒക്കെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. കിഫ്ബിയുടെ ഒക്കെ പേരിൽ എന്തൊരു തരാക്രമണമായിരുന്നു ഡോക്ടർ ഐസക്കിനെ പോലുള്ള ആളുകൾക്കൊക്കെ നേരെ ഉണ്ടായിട്ടുള്ളത്. അന്ന് പറഞ്ഞത് 2019 തെരഞ്ഞെടുപ്പിലും ഇതുപോലെ ഒരു സീറ്റ് ഒഴികെ ബാക്കിയെല്ലാം പരാജയപ്പെട്ടല്ലോ. അന്ന് പറഞ്ഞത് എന്താ? ഇതുപോലെ മോശമായൊരു ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോഴാണ് പറയുന്നത് അതിന് ആ ഗവൺമെന്റിനെ യഥാർത്ഥത്തിൽ അതിനെ പറയേണ്ടത് നിന്ദാസ്തുതി എന്നാണ്. അതിനെ ഇപ്പോ അത് കേമമായിരുന്നു എന്ന് പറയുന്നത് സ്തുതിയല്ല, നിന്ദാസ്തുതിയാണ്. ഏതുപോലെയാണെന്ന് അറിയാമോ? ഇപ്പോ പല ഇടതുപക്ഷ നേതാക്കളെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും ജീവിച്ചിരിക്കുന്ന കാലത്ത് വേട്ടയാടുകയും മരിച്ചാൽ അവരൊക്കെ മഹാന്മാരായിരുന്നു, എന്തു നല്ല നേതാക്കളായിരുന്നു എന്ന് പറയുന്നില്ലേ? PMSനെയൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്ത, കാലൻ വന്ന് വിളിച്ചിട്ടും ഗോപാലനെ പോവാത്തു എന്നും മുദ്രാവാക്യമുള്ള നാടാണ്
ആ കേരളത്തിൽ പിന്നീട് എ കെ ജി മഹാനായിരുന്നു എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ മൺമറഞ്ഞു പോയവർ മഹാന്മാരായിരുന്നു എന്ന് പറഞ്ഞതുപോലെയേ ഉള്ളൂ. ഒന്നാം സർക്കാർ നന്നായിരുന്നു എന്ന് പറയുന്നതിൽ ഇപ്പൊ നഷ്ടമൊന്നുമില്ല. കാരണം ഈ സർക്കാരിനെ ഇകഴ്ത്താൻ ഉപയോഗിക്കാം, അത്രയേ ഉള്ളൂ അത്. ഡോക്ടർ ജിജു, ഇതിപ്പോൾ 100 ദിവസത്തെ കർമ്മ പരിപാടി മുമ്പ് ഈ പരിപാടികൾ ഏറ്റെടുത്ത സർക്കാർ അതിൽ എത്രമാത്രം വിജയിച്ചിട്ടുണ്ട്? ആ റിവ്യൂ യഥാർത്ഥത്തിൽ ഗുണകരമാകുമെന്ന് തോന്നുന്നു. പുതിയൊരു 100 ദിന കർമ്മ പരിപാടി 4മതും ഒരു സർക്കാർ ഏറ്റെടുക്കുമ്പോൾ ആസൂത്രണ ബോർഡ് എത്രമാത്രം അതിൽ തൃപ്തരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വിലയിരുത്തൽ എന്താണ്? ഇതിൽ തന്നെ ഇപ്പോൾ 47 വകുപ്പിൽ മുമ്പ് പറഞ്ഞ 13,000 കോടിയുടെ പദ്ധതികൾ, അതുപോലെ തന്നെ 2.5 ലക്ഷം ഈ തൊഴിലവസരങ്ങൾ ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ തെരഞ്ഞെടുപ്പ്, അതുപോലെ അത് ആ തെരഞ്ഞെടുപ്പിലൂടെ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ചെയ്യാനുള്ള ഈ സർക്കാരിൻ്റെ 100 ദിവസത്തെ ശേഷി, ആസൂത്രണ ബോർഡിൻ്റെ ഒരു റിവ്യൂ എന്താണ്, വിലയിരുത്തൽ എന്താണ്? ഈ ഗവൺമെൻറ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ 900 കാര്യങ്ങളാണ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. അതിൻ്റെ ഇതുവരെയുള്ള പുരോഗതി, 3 വർഷത്തെ പുരോഗതി വളരെ കൃത്യമായി, വളരെ വസ്തുനിഷ്ഠമായിട്ട് അതൊരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആർക്കും കാണാവുന്ന വിധത്തിൽ അത് ഓൺലൈനിൽ ലഭ്യമാണ്. അപ്പോൾ അതിനകത്ത് എല്ലാം നടന്നു എന്നല്ല പറഞ്ഞിട്ടുള്ളത്, മറിച്ച് പലതും പൂർത്തീകരണ ഘട്ടത്തിലാണ്, ചിലത് തുടങ്ങിയിട്ടില്ല, ചിലത് പകുതി വഴിയായിട്ടുണ്ട് എന്നിങ്ങനെയാണ് അവയുടെ ഓരോരുത്തരുടെയും നിർവഹണ പുരോഗതി. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 1070 പദ്ധതികൾ 13,013 കോടി രൂപ ചെലവഴിച്ച് നടപ്പാക്കും എന്ന് പറഞ്ഞിട്ടുള്ളവയൊക്കെ വളരെ കൃത്യമായ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൂർത്തീകരിക്കാനുള്ള സമയം കൂടി നിശ്ചയിച്ചുകൊണ്ട് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഈ പറഞ്ഞിട്ടുള്ള മുഴുവൻ പദ്ധതികളും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുക തന്നെ ചെയ്യും, അതിന് യാതൊരു സംശയവും വേണ്ട. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ചില കാര്യങ്ങളിൽ നിന്ന് തുടർച്ചയായിട്ട് ഇവിടെ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ളവർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വലിയ തോതിലുള്ള വിവേചനാപൂർണമായിട്ടുള്ള പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞു. നമുക്ക് ലഭിക്കാനുള്ള മുഴുവൻ തുക നമുക്ക് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ധനവിഭവങ്ങൾ വിന്യസിക്കുന്ന കാര്യത്തിൽ, നമുക്ക് നൽകുന്ന കാര്യത്തിലൊക്കെയുള്ള മാറ്റങ്ങളെക്കുറിച്ചും അതിനകത്ത് കഴിഞ്ഞ സമീപകാലത്തായിട്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടുന്ന കാര്യങ്ങളാണ് അവയൊക്കെ. പക്ഷേ എന്നിട്ടും കേരളം എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഉത്തരം വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, നമ്മുടെ കഴിഞ്ഞ 3 വർഷം കൊണ്ട് വലിയ തോതിൽ നമ്മുടെ ഈ ഗവൺമെൻറ്റിന് നികുതി പിരിച്ചെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. GST നടപ്പാക്കി തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രത്തോളം വലിയ തോതിൽ നമുക്ക് നികുതി പിരിവ് നടത്താൻ കഴിയുന്നത്. അതിൻ്റെ ഒരു ചെറിയ കണക്ക് മാത്രം ഞാൻ പറയാം. കഴിഞ്ഞ ഒരു 3 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 60% വർധനവാണ് നമുക്ക് നികുതി പിരിവിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 2020-21 47,000 കോടി രൂപ പിരിച്ചെടുത്ത് നമുക്കിപ്പോൾ 77,000 കോടി രൂപ പിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമുക്കതിൻ്റെ മുഴുവനായിട്ടുള്ള കണക്ക് വ്യക്തമാണെങ്കിൽ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മുഴുവൻ ബജറ്റ് 1,84,000 കോടി രൂപയാണ്. 1,84,000 കോടി രൂപയിൽ നാം ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ നിന്ന് ഏതാണ്ട് 77,000 കോടി രൂപ, 80,000-ഓളം കോടി രൂപ സ്വന്തം വരുമാനത്തിൽ നിന്ന് നാം ചെലവുകൾ കണ്ടെത്താൻ വേണ്ടി നാം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പറയുന്ന വിമർശനങ്ങളൊക്കെ നിൽക്കുമ്പോഴും കേരളം അതിൻ്റെ തനത് വിഭവങ്ങൾ, തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കഠിന ശ്രമം ചെയ്യുകയും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൻ്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്ന ആ നിരക്കിൽ വലിയ മുന്നേറ്റം നടത്തുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ് നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ സുസ്ഥിര വികസന സൂചികകളിലും അതുപോലെ തന്നെ മറ്റ് പല മേഖലകളിലും എണ്ണിയാലൊടുങ്ങാത്ത തരത്തിലുള്ള പുതിയ മാതൃകകൾ, പുതിയ പരീക്ഷണങ്ങൾ കേരളത്തിൽ നടക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വളരെ ശക്തമായിട്ടുള്ള സുസംഘടിതമായിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈ ഗവൺമെൻറ് നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. പക്ഷേ നാം വിചാരിക്കുന്നത് പോലെ വളരെ സ്വപ്നതുല്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഇത്രയൊന്നും പണം പോരാ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അതിന് ഇനിയും കൂടുതൽ ധനം ആവശ്യമാണ്. ആ ധനവിഭവങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നാം ഉറ്റുനോക്കുന്നത് മറ്റ് സ്രോതസ്സുകളിലേക്കാണ്, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിലേക്കാണ്. യഥാർത്ഥത്തിൽ 16-ാം ധനകാര്യ കമ്മീഷൻ വരുമ്പോൾ ഈ കേരളത്തിൻ്റെ വികസനത്തിന് അനുകൂലമായ വിധത്തിൽ കൂടുതൽ വിഹിതം തരണമെന്ന് കേരളം ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇതൊക്കെ വലിയ തോതിൽ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്.
നന്ദി ഡോക്ടർ ജിജു. സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം, ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാതലായ ചില കാര്യങ്ങൾ കൂടി മന്ത്രി സംസാരിച്ചതിനൊപ്പം തന്നെ ചേർത്ത് വെച്ച് സംസാരിച്ചതിന് ഞാൻ ശ്രീ പൊടിപ്പാറയിലേക്കും അതിനുശേഷം ശ്രീ ലാലിലേക്കും വരികയാണ്. ശ്രീ പൊടിപ്പാറ, ഒരു പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം കൂടി അതിനകത്ത് വിലയിരുത്തപ്പെട്ടു പോകേണ്ടതാണ്. ഒരു സർക്കാർ വിലയിരുത്തപ്പെടുന്നത് പോലെ തന്നെ പ്രതിപക്ഷവും പ്രധാനമാണ്. എനിക്ക് തോന്നുന്നു ജനജീവിതവുമായി ബന്ധപ്പെട്ട, വികസനവുമായി ബന്ധപ്പെട്ട പൊതു സർക്കാർ പ്രവർത്തനങ്ങളെ പ്രതിപക്ഷത്തിന് അത്രമേൽ കീറിമുറിക്കാനോ ബദലുകൾ നിർദ്ദേശിക്കാനോ അതിനെ വിമർശനപരമായി അവതരിപ്പിച്ചുകൊണ്ട് സർക്കാരുമായി ഒരു ഡിസ്പ്യൂട്ടിൽ ഏർപ്പെടാനോ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതേസമയം വളരെ താൽക്കാലികമായ രാഷ്ട്രീയ വിവാദങ്ങളിൽ ആണ് പ്രതിപക്ഷവും ഏറെ ശ്രദ്ധിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് സർക്കാരുമായി പലപ്പോഴും ഒരു ഡിസ്പ്യൂട്ടിൽ ഏർപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഞാനത് ഒരു നിരീക്ഷണം പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ ഈ 100 ദിന കർമ്മ പരിപാടി നമ്മൾ ചർച്ച ചെയ്യുന്ന ഇതേ ദിവസമാണ് ബത്തേരിയിൽ KPCC നേതൃ ക്യാമ്പ് നടക്കുന്നത്. അവിടെ നിന്ന് വന്നൊരു വാർത്തയുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു വിശ്വാസത്തിൽ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകരുത് എന്നാണ് അവിടെ പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞത്. കാരണം അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ നാടിന് ഗുണകരമാകുന്ന നിലയിൽ കേരളത്തിൻ്റെ ഒരു പൊതു അന്തരീക്ഷത്തിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തു പോകുന്നതിൽ ഇടതുപക്ഷ സർക്കാർ, അതിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ്റെ ശേഷിയിലുള്ള, അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ആ സാധ്യതയിലുള്ള ഒരു രാഷ്ട്രീയ ആശങ്ക കോൺഗ്രസ് നേതാക്കൾക്കുമുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണോ? ശരത്തെ, അത് തീർച്ചയായിട്ടും കോൺഗ്രസ് വളരെ യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? അന്ന് ഇതുപോലെ കേരളത്തിൽ ഇടതുമുന്നണി ഒറ്റ സീറ്റിൽ ഒതുങ്ങി. 19 സീറ്റിലും UDF-ന്, അന്ന് BJP-ക്ക് പോലും കിട്ടിയില്ല. 19 സീറ്റിലും UDF ആണ് ജയിച്ചത്. പക്ഷെ അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംഭവിച്ചത് എന്താ? 99 സീറ്റുകളിലേക്കാണ് നിയമസഭയിൽ ഇടതുപക്ഷം വിജയിച്ചത്. അതുപോലെ തന്നെ 3-2 പഞ്ചായത്തുകൾ, അത് ഗ്രാമപഞ്ചായത്താണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും ജില്ലാ പഞ്ചായത്താണെങ്കിലും കോർപ്പറേഷനുകളാണെങ്കിലും ഏതാണ്ട് 3-2 ഭാഗം ഇടതുമുന്നണിക്ക് കൈയടക്കാനായി. അപ്പോ ഇത് ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന വോട്ടിംഗ് കണ്ട് അമിത ആത്മവിശ്വാസത്തിലേക്ക് പോയാൽ ഒരു തനിയാവർത്തനം ഒരുപക്ഷെ സംഭവിച്ചേക്കാം. മുൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിരുവിട്ട് ആത്മവിശ്വാസത്തിലേക്ക് പോകാൻ ഈ വിജയം അങ്ങനെ ഒരു തലക്കനത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. യാഥാർത്ഥ്യബോധത്തോടെ ഈ വിജയത്തെ ഉൾക്കൊള്ളണം എന്ന് കോൺഗ്രസ് പാർട്ടി പറയുന്നത് കുറച്ചുകൂടി രാഷ്ട്രീയമായി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിശകലനം, അല്ലെങ്കിൽ കൃത്യമായ രാഷ്ട്രീയ വിശകലനം അവർ നടത്തുന്നു എന്നുള്ളതാണ്. അവർ കുറെ കൂടി യുക്തിപൂർവ്വം കാര്യങ്ങളെ അപഗ്രഥിക്കുന്നു. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് UDF അത് ചെയ്യുന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അല്ലാതെ ഇടതുപക്ഷം അതോടെ തകർന്നു എന്നൊക്കെ പറയുന്നത് വെറും വാചാട്ടോപം മാത്രമാണ്. ഇടതുപക്ഷം തകരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ്. ഇവിടെ കേരളത്തിലെ UDF-ഉം LDF-ഉം ശക്തമായി തന്നെ നിൽക്കണം. 2 മതേതര മുന്നണികളാണ് അത് രണ്ടും. അതിന് രണ്ടിനും ഈക്വൽ പ്രാധാന്യം കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിലുണ്ട്. അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷണവും പ്രസക്തവുമാണ്, മനസ്സിലാകുന്നതുമാണ്. സമയം നമ്മുടെ ഇപ്പോൾ തന്നെ സമയം കഴിഞ്ഞു. നമുക്ക് അഡ്വക്കേറ്റ് ലാൽകുമാറിൽ ഈ ചർച്ച അവസാനിപ്പിക്കാം. ലാല്, കഴിഞ്ഞ ദിവസം ഈ വിഴിഞ്ഞത്തിൻ്റെ സമയത്ത് നമ്മൾ കണ്ടാണ് ദിവ്യ സയ്യർ കേരളത്തിൻ്റെ സർക്കാരിനെക്കുറിച്ച്, മുഖ്യമന്ത്രിയെക്കുറിച്ച്, ഇപ്പോൾ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിനെക്കുറിച്ച് അവരുടെ അനുഭവത്തിൽ പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ സൈബർ സെൽ അധ്യക്ഷൻ്റെ അടക്കം നേതൃത്വത്തിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ശ്രീ പൊടിപ്പാറ പറയുന്നത് പോലെ കോൺഗ്രസ് കേരളത്തെ യാഥാർത്ഥ്യബോധത്തോടെയാണോ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്? ബത്തേരിയിൽ ഇപ്പോൾ അവരുടെ നേതൃ ക്യാമ്പ് നടന്നു വരികയുമാണ്. ലാലിൻ്റെ ഒരു കമൻറ്റോടെ, പൊളിറ്റിക്കൽ കമൻറ്റോടെ നമുക്ക് നിർത്താം. അല്ല, ഇവിടെ ബത്തേരിയിലെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. ബത്തേരിയിലെ ഡെവലപ്മെൻറ്റ് എന്താണ്? നമ്മൾ കംപ്ലേസൻ്റ് ആകല്ല്. 2019 സംഭവിച്ചതുപോലെ ഒരു തനിയാവർത്തനം സംഭവിക്കാം. അങ്ങനെ അവർ പറയണമെങ്കിൽ അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഈ പറയുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നടന്നത് കേരളത്തിലെ ഭരണത്തെക്കുറിച്ചുള്ള വിലയിരുത്തലല്ലെന്ന് അവർക്ക് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടല്ലേ അവരത് പറയുന്നത്. നമ്മളത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ വിലയിരുത്തലല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. അത് തന്നെയാണ് ബത്തേരിയിൽ നിന്ന് വരുന്നത്. നോക്കൂ, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പല ഘട്ടങ്ങളിലും വെക്കുമ്പം നമുക്ക് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന റെസ്പോൺസ് വളരെ മോശം റെസ്പോൺസാണെന്നാണ് എനിക്ക്. കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിന് വേണ്ടിയിട്ട് ഏത് രീതിയിലുള്ളൊരു ശബ്ദമാണ് ഇവർ പാർലമെൻറ്റിൽ ഉയർത്തിയത്?
ഏതേലും തരത്തിൽ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ചെയ്തോ? ശരി. ഏതേലും ഒരു നല്ല കാര്യം പറഞ്ഞോ? നമ്മൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഓരോ സംസ്ഥാനങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ബോധ്യങ്ങളുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു ഇന്ത്യ മുന്നണി തന്നെ ഉയർന്നു വരുന്നത്. കാര്യം സംഘപരിവാർ രാഷ്ട്രീയം സംസ്ഥാനങ്ങളെ പിഴിയുന്നു. ആ പറയുന്ന ലോജിക്ക് നമ്മുടെ കേരളത്തിന് കൊടുക്കാൻ തയ്യാറല്ലാത്ത വി ഡി സതീശൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. കാര്യം അത് കർണാടകത്തിൽ ബാധകമാണ്, കേരള സംസ്ഥാനത്തിന് അത് ബാധകമല്ല എന്ന് പറഞ്ഞ് പിണറായി വിജയനെ അകത്താക്കണം എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ലോജിക്ക് എന്താണെന്ന് തന്നെ എനിക്ക് നമുക്ക് ആ രാഷ്ട്രീയ ലോജിക്ക് വിശദമായ ചർച്ചയ്ക്ക് വിഷയമാക്കിയെടുക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ സമയം അവസാനിച്ചത് കൊണ്ടാണ്. ഇപ്പോൾ തന്നെ നമ്മളൊരു 5 മിനിറ്റ് കടമെടുത്ത്, ഇപ്പോൾ കേന്ദ്രം കേരളത്തിന് വേണ്ട കടമെടുക്കാനൊക്കെയുള്ള വലിയ നിയന്ത്രണം വെക്കുകയാണ്, കയറി പിടിക്കുകയാണ്, തരാതിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഞാൻ അനുമതിയോടെ 5 മിനിറ്റ് കടമെടുത്ത്, അത് അസിത തന്നതുകൊണ്ട് 5 മിനിറ്റ് നമ്മൾ എടുത്തതാണ്.